Jesus. Hallelujah, hallelujah. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റുനിന്ന് നമുക്ക് ദൈവത്തെ പാടി ആരാധിക്കാം. Hallelujah. Lord Jesus, hallelujah, 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 hallelujah. ആഴിയെന്നോത്തില്ല, ആഴമറിഞ്ഞില്ല, അവർക്കും ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ആഴിയെന്നോത്തില്ല, ആഴമറിഞ്ഞില്ല,
ചേർന്നുകൊണ്ട് 121 സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. 121 സങ്കീർത്തനം. ഞാൻ എന്റെ കണ്ണു പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എന്റെ സഹായം എവിടെ നിന്ന് വരും? നിന്റെ കാൽ വീഴുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലതു ഭാഗത്ത് നിനക്ക് തണൽ. അടുത്ത 2 വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. യഹോവ നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗണത്തെയും ആദരണത്തെയും ഇരുന്നതിലേക്ക് പരിപാലിക്കും. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടച്ച് ഇന്നും പകൽക്കാലം ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ട്, ഇന്നും പകൽക്കാലം ഈ ശ്രേഷ്ഠമായ ഈ പദവിക്കകത്തേക്ക്, ഈ നല്ല ദിവസത്തിനകത്തേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുവന്നതോർത്ത് എല്ലാവരും അധരങ്ങളെ തുറന്ന ചില നിമിഷങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ട് നന്ദി പറഞ്ഞാട്ടെ. നമ്മൾക്ക് ഇതുപോലെ ഒരു ദോഷവും തട്ടാതുകൊണ്ട് അവൻ നമ്മെ പരിപാലിച്ചതുകൊണ്ടാണ് ഇന്ന് പകൽ ഇതിന്റെ അകത്ത് വന്ന് അവന്റെ നാമത്തെ ഉയർത്തുവാൻ, അവന്റെ നാമത്തെ പാടുവാൻ, ഇന്ന് പകൽ അവൻ നടത്തിയ കൃപകളോർത്ത്, അവൻ നൽകിയ കൃപകളോർത്ത് എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. ചില നിമിഷങ്ങളെല്ലാം അതരങ്ങൾ ദൈവത്തിന് തുറക്കപ്പെടട്ടെ. ഇന്ന് പകൽക്കാല സ്തുതി ഇതിനകത്ത് ഉയരട്ടെ. സ്തുതിയുടെ ശബ്ദം ഇന്ന് പറയൂ, ഈ ഹോളിനകത്ത് ഉയരട്ടെ. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിച്ചാട്ടോ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടോ. അനേകരും തകർന്നു പോകാനത് നമ്മുടെ കഴിവുകൊണ്ടല്ല, അവന്റെ സൂക്ഷിപ്പ് നമ്മളോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. അനേകർ തകർന്നു പോയപ്പോൾ നീ വീഴാതിരുന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല, അവന്റെ സൂക്ഷിപ്പ് കൊണ്ടാണ്. ഒരു ദേശമോ നിനക്ക് തട്ടാകുമെന്ന് നിന്നെ പരിപാലിച്ച നല്ല സങ്കീർത്തനങ്ങളെ, നല്ല ആരാധനകൾ, നല്ല കൂട്ടാത്മകളെ അങ്ങയുടെ വലിയ മഹത്വം ഞങ്ങളുടെ നന്ദി ഉള്ളതിനെ ഞങ്ങൾ നന്ദി പറയുകയാണ്. അങ്ങയുടെ വലിയ പ്രവൃത്തി ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കും. ദൈവത്തിന്റെ വലിയ സാന്നിധ്യവും മഹത്വവും ഞങ്ങളുടെ മുന്നിൽ ചലിക്കണം. പ്രാർത്ഥന കർത്താവ് കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സന്തോഷമുള്ള ദൈവമക്കൾ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ ശക്തിയോടൊരു ഹല്ലേലൂയ പറഞ്ഞാൽ എല്ലാവർക്കും ദൈവസന്നിധിയിലായിരിക്കാം. ആമേൻ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു ഞായറാഴ്ച പകൽക്കാലം ദൈവസ്ഥിതി കടന്നു വന്ന ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ വലിയ അവസരങ്ങൾക്കായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു നാമത്തിലുള്ള വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. കർത്താവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ നിലയിലുണ്ട്. എത്രപേർ വിശ്വസിക്കുന്നുണ്ട് ഈ പകലിലും ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുള്ള ദുഃഖത്തിൽ വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യും സമയങ്ങൾ ഒട്ടും ഗ്രഹിപ്പിക്കുന്നില്ല. അത് തുടർന്ന് സാക്ഷ്യത്തിനായി നമ്മൾ സമയത്തെ ഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ വിശുദ്ധമായ നാമം പിന്നെയും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനെ ആരാധിക്കുവാൻ വലിയവനായ ദൈവം എല്ലാവരെയും കൂട്ടിവരുത്തിയതായ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രത്യേക പുതുതായിട്ട് ആരാധനയ്ക്ക് പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് അപ്പൊ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിശ്ചയമായിട്ടും ഈ ആരാധന നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് വലിയ മാറ്റങ്ങളെ കൊണ്ടുവരും. എത്ര വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ ദൈവം ഇന്ന് ഒരേ അവസ്ഥ കടന്ന് നമ്മളെ കൊണ്ടുപോകുന്ന ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. ഇന്നു മുതലിൽ ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി കൈമാറുകയാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത്, നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത്, നിങ്ങളുടെ സകല മേഖലകൾക്കകത്തും ദൈവം വലിയ മാറ്റങ്ങളെ കൊണ്ടുവരാൻ പോവുകയാണ്. ഇതുവരെ വെളിപ്പെടാത്ത ചില മാറ്റങ്ങൾ നിന്റെ കുടുംബത്തിന്റെ അകത്ത്, നിന്റെ തലമുറകളിൽ, നിന്റെ ദേശത്തിന്റെ അകത്ത് വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ എത്ര പേര് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറാണ്. ആമേൻ. കർത്താവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്.
അവൻ എത്രപേർ വിശ്വസിക്കുന്നുണ്ട്? യേശു ഈ നടുവിൽ വന്നിട്ടുണ്ട്. ശക്തി പോരാ. യേശു ഈ നടുവിൽ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന കരങ്ങളുടെ കർത്താവിനെ സ്തുതിച്ചാണ്. കഴിഞ്ഞ ചില ആഴ്ചകൾ ഞാൻ മറ്റൊരു സ്ഥലത്തായിരുന്നു. പക്ഷെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ദേവദാസൻ വിളിച്ചു പറഞ്ഞു. വളരെ ഒത്തിരി മാറ്റങ്ങൾ സഭയ്ക്കകത്ത് കാണാൻ കഴിയുന്ന കർത്താവ് വലിയ രീതിയിൽ സഭയെ വളർത്തുന്നതിനായി ഒത്തിരി പുതിയ മുഖങ്ങളെ കാണുവാൻ കർത്താവ് ഇടയാക്കി. കർത്താവ് വൻ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യും. പ്രാർത്ഥിച്ച എല്ലാവരോടും എന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ദൈവദാസനോട് കുടുംബത്തോടും എല്ലാം നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുന്നത് എങ്ങനെയാണ്? നാം ചിന്തിക്കുന്നതോ നിലയ്ക്കുന്നതോ ഒന്നുമല്ല ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്നത്. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതാണ് ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്നത്. അവൻ എന്തുകൊണ്ട് ഇയ്യോബിന്റെ ജീവിതത്തിന്റെ അകത്ത് വലിയൊരു പ്രശ്നം കടന്നു വന്നെന്ന് നീ ചോദിച്ചാൽ അവൻ ദൈവത്തിന് പറയാൻ ഒരു ആൻസർ ഉണ്ട്. അവന്റെ സകലത്തെയും തകർത്തതിന്റെ കാരണം അവനെ കുറിച്ച് എനിക്കൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാന്റെ അകത്തേക്ക് അവൻ വരണമെങ്കിൽ ചിലതിനെ അവൻ തകർക്കുക തന്നെ. ഇന്ന് പകൽ നഷ്ടപ്പെട്ട നോക്ക് ഭാരത്തോടിരിക്കണ്ട. ദൈവം പുതിയൊരു അധ്യായത്തെ സഭയിലെ തുറക്കുന്നുണ്ട്. ആത്മാവിൽ ഭവനത്തെ ദൂതനായി മാറുകയാണ്. ഇന്ന് പകൽ അത് സഭയുടെ വീട് മാത്രമല്ല, അത് കുടുംബങ്ങളുടെ വീടേയും ദൈവം തുറക്കുകയാണ്. ദൈവം ചില പദ്ധതികൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ദൈവത്തിന് നമ്മെ കയറ്റണമെങ്കിൽ നമ്മുടെ ചില പദ്ധതികൾ പൊളിയണം. നമ്മുടെ അധ്വാനങ്ങൾ തകരണം. നമ്മുടെ കൂട്ടിവെച്ച സകലതും എന്ത് ചെയ്യണം? തകരണം. ഇത് തകർന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നീ ചിന്തിച്ചോ, ദൈവത്തിൻ്റെതായിട്ട് എന്തോ നിന്റെ മേൽ തുടങ്ങാൻ സമയമായി. ചിലത് ദൈവം നിന്റെ ജീവിതത്തിനകത്ത് തകർത്തിട്ടുണ്ടെങ്കിൽ ഓർത്തോ, എവിടെ നിന്റെ അധ്യായം അവൻ മടക്കി കഴിഞ്ഞു. അവന്റെ അധ്യായത്തെ ദൈവം പ്രവചിച്ചു കൈമാറുകയാണ്. ഒരു പുതിയ അധ്യായത്തെ ദൈവം തുറക്കുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ടോ? ദൈവം പുതിയത് ചിലത് തുറക്കാൻ പോവുകയാണ്. കർത്താവൻ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യും. അല്പസമയം നിങ്ങളോട് അല്പനിമിഷം മധ്യത്തിൽ സംസാരിച്ച വാക്കുകൾ കർത്താവിന്റെ ദാസൻ നമ്മുടെ നടുവിലുണ്ട്. അല്പസമയത്തെ ചിന്തക്കായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ മോശത്തമായതിനെ തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവസന്നിധിയിലാണ്. എല്ലാവരും ദൈവസന്നിധി പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകരം എല്ലാ അധരങ്ങളും ദൈവസന്നിധി തുറക്കട്ടെ. എല്ലാവരും ചില നിമിഷങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ എന്താണോ നമ്മളോട് കൈമാറാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ ശബ്ദം എന്താണോ ഇന്ന് പകൽ ഇവിടെ വെളിപ്പെട്ടു വരുന്നത്, എല്ലാവരും പ്രാർത്ഥിച്ചാൽ എല്ലാ ആദരങ്ങളും ദൈവസന്നിധിയിൽ തുറക്കപ്പെടട്ടെ. ഇത് ദൈവത്തിന്റെ സമയമാണ്. ഇത് മനുഷ്യന്റെ സമയമല്ല. ഇവിടെ ഈ സമയം ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയമാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നവരെല്ലാം ആദരങ്ങളെ തുറന്ന അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ചില നിമിഷങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ശബ്ദപ്രവാദന, ശമത്തേരിയ പ്രവാദന, എല്ലാ ശബ്ദങ്ങളും ഉയരട്ടെ. സമയമായി മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. വാഗ്ദത്തത്തിൻ സമയമായി മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
യാക്കോബ് ഇസ്രായേലായി മാറും. ഉറപ്പോടെ പറഞ്ഞത് യാക്കോബ് ഇസ്രായേലായി ഇടയൻ രാജാവായി. യാക്കോബ് ഇസ്രായേലായി മാറും. കൂടെ യാക്കോബ് ഇസ്രായേലായി മാറും. ഇടയൻ രാജാവായി. ഹല്ലേലൂയ എന്റെ താതന്റെ വാക്കിടവേ എന്റെ സ്നേഹം മാത്രമേ എന്റെ യാക്കോബ് ഇസ്രായേലായി യാക്കോബ് ഇന്ന് പരിശുദ്ധമേ ശക്തിയോടെ യാക്കോബ് ഇസ്രായേലായി ഇടയൻ രാജാവായി. ഹല്ലേലൂയ അങ്ങയുടെ വലിയ മഹത്വം ഞങ്ങളുടെ നടുവിലുള്ളതിനായി ഞങ്ങൾ നന്ദി പറയുന്നു.
ഇന്നും പകരം ദൈവം ചിലതിനെ എഴുന്നേൽപ്പിക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുകയാണ്. ചില അഡ്രസ്സുകളെ പരിശുദ്ധാത്മാവിന്റെ മകനിൽ ചേഞ്ച് ആക്കുന്നതിനെ നന്ദി പറയുകയാണ്. ഇന്നും പകൽക്കാലം ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ വിലാരമായി ചലിക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഇന്നും പകലിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടണം. ദൈവശബ്ദത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ കേൾപ്പിക്കണം. എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും അങ്ങേ കൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് യേശു ഇന്ന് നമ്മുടെ നടുവിലുണ്ട്? ആമേൻ. ഇവിടെ കറണ്ട് ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ് എന്താണ്? ലൈറ്റ് കത്തുന്നതാണ് ഇതിന്റെ തെളിവ്. ഈ മൈക്ക് വർക്ക് ചെയ്യുന്നത് കറണ്ട് ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ്. കറണ്ട് കാണാൻ കഴിയത്തില്ല, പക്ഷെ കറണ്ട് ഉണ്ടെന്നുള്ളതിന്റെ അടയാളങ്ങൾ ഇവിടെ വെളിപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്നും പകൽ യേശു ഇതിന്റെ അകത്ത് വന്നത് നഗ്നനേത്രങ്ങൾ കൊണ്ട് നിനക്ക് കാണാൻ കഴിയത്തില്ല, പക്ഷെ ഇന്ന് പകൽ ഇതിനകത്ത് വെളിപ്പെടുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയോ ചില ദൈവിക പദ്ധതികളോ ഇന്ന് ഇതിനകത്ത് വെളിപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇതിന്റെ അകത്ത് ഒരുത്തൻ വന്നിട്ടുണ്ട്. നിന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒരുത്തൻ ഇന്ന് പകൽ ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ ചില ദൈവപ്രവൃത്തികൾ സംഭവിക്കാൻ പോവുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിനക്ക് കാണാൻ കഴിയാത്ത ചില വിടുതലുകൾ നീ അനുഭവിക്കാൻ പോവുകയാണ്. ഇനി കാണുന്ന സീസൺ അല്ല, അനുഭവിക്കുന്ന ഒരു സീസൺ. വിശ്വസിക്കുന്നവർ ചില നിമിഷങ്ങൾ ആത്മാവിൽ കുറിച്ചു തുടങ്ങിയപ്പോൾ കാണുന്ന സീസൺ കഴിഞ്ഞു. ചിലത് നീ അനുഭവിക്കാൻ പോവുകയാണ്. കാഴ്ചയുടെ സീസൺ കഴിഞ്ഞു, ഇനി അനുഭവത്തിന്റെ സീസൺ. ഇന്നലെ വരെ നീ കണ്ട ചിലത് അല്ലെങ്കിൽ നീ കേട്ട ചിലത് ഇന്ന് തൊട്ട് നീ അനുഭവിക്കാൻ പോകുക. എത്ര വിശ്വസിക്കുന്നുണ്ട്? ദൈവം ചിലത് നമ്മുടെ മേൽ പകരുകയാണ്. ഞാൻ ആത്മാവിനെ കാണിക്കുന്നു. ചിലതിന്റെ മീതെ ഒരു തണല് വന്നു നിൽക്കുന്നത് പോലെ ഇതിനകത്തുള്ള ചിലതിന്റെ മീതെ ദൈവാത്മാവ് ചിലതിടാക്കുകയാണ്. പരിശുദ്ധാത്മാവിനോട് പ്രവചിച്ച് കൈമാറുന്നു. കഴിഞ്ഞ നാളുകളിൽ നീ അനുഭവിച്ച ചൂടിനെ മാറ്റി ഒരു തണലിനെ നിന്റെ തലത്തിലേക്ക് ദൈവം വെളിപ്പെടുത്താൻ പോകുന്നുണ്ട്. ഈ പകൽ പരിശുദ്ധ ആത്മാവ് എന്നോട് പ്രവചിച്ച് കൈമാറുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽ ചില തണലുകള് ദൈവം ജീവിതത്തിന്റെ അകത്ത് വെളിപ്പെടുത്തുന്നുണ്ട്. ആത്മാവിനോട് എന്നോട് പരിശുദ്ധാത്മാവ് ഇന്നു പകൽ പ്രവചിച്ചു കൈമാറുന്നു. കഴിഞ്ഞ ചില വർഷങ്ങളായി, കഴിഞ്ഞ ചില നാളുകളായി നീ അനുഭവിച്ച ചൂടിന്റെ അകത്ത് നിന്ന് ദൈവം ഒരു ആശ്വാസത്തിന്റെ അകത്തേക്ക് ദൈവം നിന്നെ കൊണ്ട് കയറ്റുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്നു പകൽ ചൂട് കൈമാറുകയാണ്. ചിലരുടെ വീട് സംഭവിക്കുന്നു. പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ചില ശരീരങ്ങൾക്കകത്ത് നിന്ന് ഒരു ചുറ്റഴിഞ്ഞു പോകുന്നത് പോലെ ദൈവാത്മാവ് ചില കെട്ടുകളെ അഴിക്കുകയാണ്. ചില കെട്ടുകളെ ഇന്നും അഴിച്ചു കളയുകയാണ്. ഒരു ചുറ്റഴിയുന്നത് പോലെ ദൈവം ചിലതിനെ ഇന്നും അവർ അഴിക്കുകയാണ്. ചില ചൂടിന്റെ അനുഭവത്തിന്റെ അകത്ത് നിന്ന് തണുപ്പിന്റെ അകത്തേക്ക് ദൈവം നിന്നെ കയറ്റാൻ പോവുകയാണ്. അവൻ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിന്റെ എന്റെ ജീവിതത്തിന്റെ അകത്ത് ദൈവം ഒരു ചേഞ്ച് വരുത്താൻ പോവുകയാണ്. എനിക്കറിയത്തില്ല, ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ പരിശുദ്ധാത്മാവിൽ ഇടപെടുന്ന ഒരു ചേഞ്ച് സംഭവിക്കാൻ പോവുകയാണ്. ഇന്നലെ വരെ കണ്ടതല്ല ഇനി നീ കാണാൻ പോകുന്നത് ഒരു ചേഞ്ച് നിന്റെ ജീവിതത്തിന്റെ അകത്ത്, നിന്റെ ശുശ്രൂഷകളുടെ അകത്ത്, നിന്റെ യാത്രകളുടെ അകത്ത് പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കുന്നു. അസാധാരണമായ ചേഞ്ചുകള് മിനിസ്ട്രിക്കകത്ത്, യാത്രകൾക്കകത്ത് ചേഞ്ചുകളെ വെളിപ്പെടുത്തുന്നത് ആത്മാവിനോട് പ്രവചിക്കുകയാണ്. അതൊരു പ്രവാചക ശബ്ദേരിയ ദൈവാത്മാവിനോട് പറയുകയാണ്. അവൻ ഒറ്റയ്ക്കല്ല, ചില യാത്രകൾ നിങ്ങൾ കുടുംബമായി ചെയ്യാൻ പോവുകയാണ്. കുടുംബമായി ചില യാത്രകൾ ദൈവം നിങ്ങളെ മുന്നിൽ ഒരുക്കുക. നിങ്ങൾ സ്വപ്നം കണ്ടെത്തില്ലാത്ത ചില പുൽപ്പിന്റെ അകത്തേക്ക്
കൂടെയാണ്. അവൻ എനിക്ക് ഉറപ്പാണ് നമ്മുടെ ദൈവദാസന്റെ മേൽ അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ മേൽ ഒരു ചേഞ്ച് സംഭവിച്ചാൽ നിശ്ചയമായിട്ടും അവൻ അത് ഉറപ്പായിട്ടും അത് കുടുംബങ്ങളുടെ മേലേക്കും വ്യാപരിക്കും. ഇവിടെ വെളിപ്പെടുന്നതെല്ലാം നിന്റെ വീടിനകത്ത് വെളിപ്പെടും. ഇവിടെ വെളിപ്പെടുന്ന ഇവരെ അനുഭവിക്കുന്ന ദൈവദാസന്മാർ അനുഭവിക്കുന്ന വീടുകൾ നിശ്ചയമായിട്ടും നിന്റെ വീടിനകത്ത് വെളിപ്പെടും. വിശ്വസിക്കുന്നുണ്ട്. എന്റെ ചിന്ത മോശയ്ക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ മോശയുടെ പ്രാർത്ഥനയ്ക്കകത്താണ് ചെങ്കടൽ തുറക്കപ്പെട്ടത്. അവന്റെ നിലവിളിയാണ് ദൈവം കേട്ടത്. പക്ഷെ കടന്നത് മോശ മാത്രമല്ല, കടന്നത് അവന്റെ പിന്നാലെ വന്ന സകലന്. ഇന്ന് പകൽ ഇവിടെ തുറക്കുന്നത് ഇവിടെ ദൈവ സകലങ്ങൾക്ക് വേണ്ടി ദൈവം തുറക്കുക. ഇവിടെ തുറക്കുന്നത് സഭയുടെ വീട്, തുറക്കുന്നത് സകലയുടെ വീട്. പ്രാർത്ഥിച്ചത് മോശയാണ്, ജനം പിറുപിറുത്തു. പക്ഷെ പ്രാർത്ഥിച്ചത് മോശയാണ്. പക്ഷെ വഴി തുറന്നപ്പോൾ അതിന്റെ അകത്തുകൂടി യാത്ര ചെയ്ത് മോശ മാത്രമല്ല, അവന്റെ പിന്നാലെ വന്ന സകലത്. അവനെ വീണ്ടും പകൽ ഉറപ്പോടെ പറയുകയാണ്, ഒന്നും സഭയുടെ വീട് തുറന്നാൽ നീയും അതിനകത്ത് കയറ്, നീയും അതിനകത്ത് കയറ്. ശക്തി ഇതുവരെ വിശ്വസിക്കുന്നെങ്കിൽ ദൈവം ചെറുത് തുറക്കും. സഭയുടെ മീതെ ദൈവം ചെറുത് തുറന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവൻ അത് ഇതിനകത്തുള്ള സകലരുടെ മീതെ തുറക്കും. രാമൻ പറഞ്ഞാൽ അവൻ നാം വായിച്ച വാക്യം അത് നമുക്ക് വളരെ സുപരിചിതമായ വാക്യമാണ്. അവൻ ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. അവൻ എല്ലാവരും കൂടെ ശ്രദ്ധിക്കണേ. അവൻ എല്ലാവരും ഉണ്ടോ? ഹല്ലേലൂയ. അവൻ കർത്താവ് നമ്മൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. നമുക്ക് പലപ്പോഴും കേട്ടിട്ടുള്ളൊരു വാക്യമാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതുന്ന ഒരു ലേഖനമാണ്. അവൻ ഈ കൊരിന്ത്യ ലേഖനം അവൻ സഭയ്ക്ക് വേണ്ടി, സഭയ്ക്കകത്തെ പ്രശ്നത്തെ കണ്ട് സഭയോട് ദൈവാത്മാവിൽ പൗലോസ് എഴുതുന്ന ഒരു ലേഖനമാണ്. പൗലോസ് സഭയോട് പറയുകയാണ്, ദൈവം നിങ്ങളെ വിളിച്ചതിന്റെ അകത്ത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്ഞാനികളെ ലജ്ജിപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തത്. ബലമുണ്ടെന്ന് പറഞ്ഞു നിൽക്കുന്ന ചിലത്ത് ബലമുള്ളതിനെ ലജ്ജിപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് ബലഹീനമായ നിന്നെ ദൈവം തിരഞ്ഞെടുത്തത്. ഇന്നും പകൽ അങ്ങനെയെങ്കിൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അവൻ നിന്നിൽ നിന്ന് പുറപ്പെടാൻ സാധ്യതയില്ലാത്ത ചിലത് നിന്റെ അകത്ത് പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അവന്റെ തിരഞ്ഞെടുപ്പ് വെറുതെ അല്ല, അവന്റെ തിരഞ്ഞെടുപ്പിന് വേണ്ടി അവനൊരു പദ്ധതിയുണ്ട്. ആമേൻ. ലോകത്തിന്റെ പ്രത്യേകത, ലോകത്തെ നാം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ലോകത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ലോകം എപ്പോഴും ചേർത്ത് പിടിക്കുന്നത് ബുദ്ധിമാന്മാരെ അല്ലെങ്കിൽ ജ്ഞാനികളെ അല്ലെങ്കിൽ നല്ല അറിവുള്ളവരെ, അങ്ങനെയുള്ള വ്യക്തികളെയാണ് ലോകം എപ്പോഴും എന്ത് ചെയ്യുന്നത്? ചേർത്ത് പിടിക്കാറുള്ളത്. അവരെയാണ് ലോകം ആദരിക്കാറുള്ളത്, അവരെയാണ് ലോകം ശ്രദ്ധിക്കാറുള്ളത്. അവൻ ബലമുള്ളവരെയാണ് ആര് ശ്രദ്ധിക്കാറുള്ളത്? ലോകം ശ്രദ്ധിക്കാറുള്ളത്. പക്ഷെ വചനം പറയുകയാണ്, ലോകത്തിന്റെ ജ്ഞാനം ദൈവത്തിന് ഭോഷത്വമാണ്. ലോകത്തിന്റെ ജ്ഞാനം ദൈവത്തിന് ഭോഷത്വമാണ്. ഇന്ന് പല ഇതിനകത്ത് നിന്നെ ദൈവം കൊണ്ടുവന്നതിന്റെ പിന്നിൽ നീ എന്റെ ഭോഷത്വമാണ്. ദൈവം നിന്നെ തിരഞ്ഞെടുക്കാനുള്ളതിന്റെ കാരണം അവൻ എത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ പറ്റും? എന്റെ പരാജയങ്ങളാണ് ദൈവം എന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം. എന്റെ അറിവില്ലായ്മയാണ് ദൈവം എന്നെ കാണാനുള്ളതിന്റെ കാരണം. പലരും ലോകത്തിന്റെ പലരെയും പൊക്കിപ്പിടിക്കുമ്പോൾ ദൈവം നോക്കുന്നത് അവരെ അല്ല, തള്ളപ്പെട്ടവരെയാണ് ദൈവം നോക്കുന്നത്. ഭോഷന്റെ അവസ്ഥ എപ്പോഴും അവൻ തള്ളപ്പെട്ടവനാണ്, എപ്പോഴും അവൻ മാറ്റി നിർത്തപ്പെട്ടവനാണ്, എപ്പോഴും അവൻ സംസാരിക്കാൻ കഴിവിയ സാഹചര്യം
ആനുകൂല്യങ്ങൾ കിട്ടാത്തവരാണ്. ദൈവം നോക്കുന്നത് അങ്ങനെയുള്ളവരെയാണ്. ഇന്നും പകൽ ഈ പ്രാരംഭത്തിൽ ആത്മാവിൽ പറയാ, എവിടെയെങ്കിലും നീ പോഷനാണെന്ന് പറഞ്ഞ നിന്നെ ആരെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ജ്ഞാനികളെ വെളിപ്പെടാത്ത ഒരു തിരഞ്ഞെടുപ്പ് നിന്റെ വേണ്ട. ജ്ഞാനികളെ വെളിപ്പെടാത്ത ഒരു ദൈവിക ഉദ്ദേശം. നിന്നെ എവിടെയെങ്കിലും തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിന്നെ എവിടെയെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നിന്നെ കൊള്ളത്തില്ലെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും പകൽ അതോർത്ത് ദൈവത്തെ സ്തുതിക്കണം. കാരണം അവന്റെ മേൽ വെളിപ്പെടാത്ത ഒരു തെരഞ്ഞെടുപ്പ് നിന്റെ മേൽ വെളിപ്പെടുമെന്ന് സാധ്യതയുണ്ട്, സാധ്യതയുണ്ട്. അവൻ ജ്ഞാനികളുടെ മേൽ വെളിപ്പെടാത്ത ഒരു ദൈവിക പദ്ധതി നിന്റെ മേൽ വെളിപ്പെടാൻ സാധ്യതയുണ്ട്. മനുഷ്യനോട് മിസ്രൈമിലെ അവന്റെ കൂട്ടത്തിലുള്ള എബ്രായന്മാരോട് ഒരുത്തൻ ചോദിച്ചു, നിന്നെ ഞങ്ങൾക്ക് ന്യായാധിപതിയാക്കിയത് ആരാണ്? നിന്നെ ഞങ്ങളെ തിരുത്താൻ നിന്നെ ഏൽപ്പിച്ചത് ആരാണ്? അവൻ മോശെ ആ വാക്കിന്റെ അകത്ത് കിടുങ്ങിപ്പോയി. ആ ഒറ്റ വാക്കിന്റെ അകത്ത് മിസ്രൈമിന്റെ മണ്ണ് വിട്ട് മോശെ ഓടിപ്പോകാൻ കാരണമായി. പക്ഷെ മോശെ ഓടിപ്പോയപ്പോൾ എബ്രായർ എന്ത് ചെയ്തു? അവനെ മൈൻഡ് ചെയ്തില്ല. പക്ഷെ ദൈവം അവനെ ഓട്ടത്തെ ശ്രമിച്ചു. അപ്പോസ്തല പ്രവൃത്തി പറയുകയാണ്, ന്യായാധിപതിയാക്കി വെച്ചവൻ ചോദിച്ചവന്റെ കെട്ടുപൊട്ടിക്കാൻ ദൈവം മോശയെ തിരികെ മണ്ണിൽ കൊണ്ടുവന്നു. ഇന്ന് പകൽ നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ നിന്റെ പേരിനെ മടക്കി കൊണ്ടുവരുന്ന അവന്റെ ജ്ഞാനത്തെ വെച്ച, അവന്റെ ശക്തിയെ വെച്ച തടയപ്പെട്ട ഇടത്തേക്ക് നിന്നെ തിരികെ കൊണ്ടുവരുന്ന ഇന്നലെ വൈകിട്ട് ഞങ്ങൾ ഇവിടുന്ന് സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നിന്റെ വിളിയുടെയും ദൈവത്തിന്റെ നിന്റെ മേലുള്ള പദ്ധതിയുടെയും ആഴം എത്രയാണോ അത്രയായിരിക്കും നിന്റെ വിഷയത്തിന്റെ വലിപ്പം. ആമേൻ പറയാം. ആമേൻ. ഹല്ലേലൂയ. നീ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നീ കടന്നു പോകുന്ന വിഷയത്തിന്റെ വലിപ്പം എത്ര വലുതാണോ അവൻ അത്രയും വലിയതാണ് നിന്റെ മേൽ വെളിപ്പെടാനുള്ള ദൈവത്തിന്റെ പദ്ധതി. ആമേൻ. എത്ര പേര് ആമേൻ പറയുക? അല്ലെങ്കിൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയുകയാണ്, ഇന്നു മുതൽ നിന്റെ മേൽ ദൈവത്തിന്റെ ചില പദ്ധതികളെ ദൈവം തുടങ്ങാൻ പോവുകയാണ്. നിന്റെ ചില പദ്ധതികളെ മാറ്റി വെച്ചിട്ട് ദൈവത്തിന്റെ പദ്ധതികളെ തുടങ്ങും. നിന്നെ തകർന്ന ഇടത്ത് നിന്നെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞവരുടെ നടുവിൽ ഇന്ന് പകൽ ദൈവം നിന്നെ ഏൽപ്പിച്ച അവന്റെ കെട്ടുപൊട്ടിക്കാൻ. ആമേൻ. ദൈവം തിരഞ്ഞെടുത്തത് ഭോഷനെയാണ്. ദൈവം തിരഞ്ഞെടുത്തവന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. അവൻ സംഖ്യാപുസ്തകത്തിനകത്ത് പറയുകയാണ്, ഞാൻ തിരഞ്ഞെടുത്തവന്റെ വഴി തളർക്കും. നിന്റെ മേലൊരു തിരഞ്ഞെടുപ്പുണ്ടെങ്കിൽ നിന്റെ വഴി നിശ്ചയമായിട്ടും തകർക്കും. അതിന്റെ സമയത്ത് തകർക്കും. അവരുടെ വഴി തകർത്തത് വർഷങ്ങൾ കൊണ്ടല്ല, ഒറ്റ രാത്രി കൊണ്ട്. അങ്ങനെ ഇന്ന് രാത്രി പകൽ ആത്മാവിൽ പറയാം, തിരഞ്ഞെടുപ്പുള്ള നിന്റെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ അധികം സമയം കൊണ്ട്, മണിക്കൂറുകൾ കൊണ്ട്, സെക്കൻഡുകൾ കൊണ്ട് ദൈവത്തിന്റെ മേൽ തുറക്കുന്നു. ഞാൻ തിരഞ്ഞെടുക്കുന്നവന്റെ വഴി തകർക്കുക. അടുത്ത വാക്യം മഹാനുലി അടുത്തൊരു കാര്യം ബൈബിളിനകത്താണ്, ഞാൻ തിരഞ്ഞെടുത്തവരെ ആ കുറ്റം ചുമത്ത. ദൈവം നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിന്നെ കുറ്റം ചുമത്താൻ ഒരു വ്യക്തിക്ക് കഴിയത്തില്ല. അവന്റെ വാക്കുകൾക്ക് നിന്നെ തകർക്കാൻ കഴിയത്തില്ല. അവന്റെ ശബ്ദങ്ങൾക്ക് നിന്നെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. അടുത്ത വാക്യം പറയുകയാണ്, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാരാണ്. ഇന്ന് പകലാത്മാവിൽ പറയട്ടെ, ദൈവമാണ് തിരഞ്ഞെടുത്തത്. ആരെങ്കിലും പ്രതികൂലമായിരുന്നാല് ദൈവത്തിന് അനുകൂലമായിരിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അവൻ എന്റെ മേൽ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പുള്ളത് കൊണ്ട് ആരെനിക്ക് പ്രതികൂലമാണെങ്കിലും എനിക്ക് വിഷയമില്ല, ദൈവം എനിക്ക് അനുകൂലമാണ്. അവൻ ഇന്നും പകലിൽ പോഷനെ ആരും ചേർത്ത് പിടിക്കാറില്ല, പോഷൻ ആരും കൈകൊടുക്കാറില്ല. പക്ഷെ ദൈവത്തിന്റെ പ്രത്യേകത, അവൻ ജ്ഞാനിക്കല്ല കൈകൊടുക്കുന്നത്, അവൻ പോഷന് കൈകൊടുക്കുന്ന ദൈവമാണ്. അവൻ പോഷനെ തിരഞ്ഞെടുക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഒരു തിരഞ്ഞെടുപ്പ് ദൈവം ഇതിനകത്ത് ചെയ്യാൻ പോവുകയാണ്. ദൈവത്തിന് കൊല്ലാവുന്ന, ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന ചില പോഷന്മാരെ ദൈവത്തിന് ആവശ്യമുണ്ട്. രാമൻ പറയാൻ തയ്യാറാണ്.
അവൻ ദൈവത്തിന് ആവശ്യമുള്ള ചില പോഷന്മാർ ഇതിനകത്തിരിപ്പുണ്ട്. ദൈവത്തിന് അങ്ങനെയുള്ളവരെയാണ് ആവശ്യം. അവൻ ജ്ഞാനിയെ ഉയർത്തുന്നതിന്റെ അകത്തല്ല ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരുന്നത്. വചനം നമ്മൾ പഠിക്കുമ്പോൾ, ബൈബിൾ വായിക്കുമ്പോൾ, അവൻ ബൈബിളിന്റെ അകത്ത് നോക്കിയാൽ ഏത് മേഖലയ്ക്കകത്ത് നോക്കിയാലും സാധ്യതയില്ലാത്ത വ്യക്തികളെയാണ് ദൈവം എന്തിട്ടുള്ളത്, ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത്. അവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് നിന്റെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ സാധ്യതയില്ലാത്ത നിനക്ക് പൊങ്ങാൻ കഴിയും. അവൻ ഒരിക്കലും സാധ്യതയില്ലാത്ത വ്യക്തികളെയാണ് ദൈവം വചനത്തിന്റെ അകത്തേക്ക് മുൻപത്തിയിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെയെങ്കിൽ ആ ദൈവത്തെയാണ് നമ്മളും സേവിക്കുന്നത്. അങ്ങനെ നീ വിശ്വസിച്ചു, അങ്ങനെ ഒരു ജനത്തെ ദൈവം എഴുന്നേൽപ്പിച്ചെങ്കിൽ ഇന്ന് പകരം വചനം പറയുകയാണ്, അവന്റെ കൈ കുടുങ്ങിപ്പോയിട്ടില്ല. അങ്ങനെ ഇന്ന് പകരം അതേ കാര്യം ഇതിന്റെ അകത്ത് നിനക്ക് വേണ്ടിയാണ്. അതേ ദൈവത്തെയാണ് ഇന്ന് പകൽ നീ ആരാധിക്കുന്നത്. അതേ ദൈവത്തെയാണ് ഇന്ന് പകൽ നീ സ്തുതിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതേ കരം ഇന്ന് പകൽ നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. പോഷൻ എന്ന സകലരും മുദ്ര കുത്തിയിടത്ത് നിന്ന് ദൈവത്താൽ ചില തിരഞ്ഞെടുപ്പുകൾ സംഭവിക്കുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആരെങ്കിലും നിന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, കൊള്ളത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിശ്ചയമായിട്ട് നിനക്കൊരു ദിവസമുണ്ട്. നിന്റെ മേൽ തിരഞ്ഞെടുപ്പ് നീ അറിയാതെ വീണിട്ടുണ്ട്. അത് എത്ര കാലം കഴിഞ്ഞാലും, എത്ര നാളുകൾ മുൻപോട്ട് പോയാലും ആ തിരഞ്ഞെടുപ്പ് നിന്റെ മേൽ വീഴുക തന്നെ ചെയ്യും. ദൈവം തിരഞ്ഞെടുത്തത് സാധ്യതയില്ലാത്ത ജനത്തെയാണ്. അവൻ ഗലീല എന്ന് പറഞ്ഞ നസ്രത്തിൽ ഒരുപാട് കന്യകമാരുണ്ടായിരുന്നു. പക്ഷെ ദൈവം തിരഞ്ഞെടുത്തത് അവൻ ഒരിക്കലും ഇത് സംഭവിക്കാൻ സാധ്യതയില്ലാത്ത, തള്ളപ്പെട്ട് കിടന്ന, തലയപ്പെട്ട് കിടന്ന നസ്രത്തിലെ പറയുകയാണ് എന്ത് ചെയ്തത്, ദൈവം തിരഞ്ഞെടുത്തത്. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണമെങ്കിൽ, ദൈവത്തിന്റെ പ്രവൃത്തിയുടെ മഹത്വത്തിന്റെ വലിപ്പം വെളിപ്പെടണമെങ്കിൽ സാധ്യതയുള്ളിടത്ത് നല്ല ദൈവം തുടങ്ങുന്നത്. സാധ്യതയില്ലാത്ത ഇടത്തിലാണ് ദൈവം ചിലത് ആരംഭിക്കുന്നത്. വിശ്വസിക്കുന്നുണ്ട്. ഇവിടെ വരുന്നത് വരെ അവൻ ഒരുപക്ഷെ നീ ചിന്തിച്ചു, എന്റെ ജീവിതത്തിന്റെ അകത്ത് ഇനി രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല, ഇനി പൊങ്ങാൻ എന്ത് ചെയ്തില്ല, എനിക്ക് കഴിയത്തില്ല, എന്റെ ഭവനം അല്ലെങ്കിൽ എന്റെ തലമുറകൾ, എന്റെ ജീവിതം ഇവിടെ കൊണ്ട് തീർന്നുപോയി. പക്ഷെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, തീർന്നെന്ന് പറഞ്ഞിടത്ത് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ്, അവന്റെ ജ്ഞാനവും നിന്റെ മേൽ വെളിപ്പെടാൻ പോവുകയാണ്. എത്ര പേര് രാമൻ പറയുന്നവരുണ്ടോ? ദൈവം ചിലത് നിന്റെ ജീവിതത്തിനകത്ത് ആരംഭിക്കുകയാണ്. അവൻ പറഞ്ഞാണ് ശക്തിയോടെ രാമൻ പറഞ്ഞ ദൈവം ചിലത് എന്ത് ചെയ്യാൻ പോവുകയാണ്, ആരംഭിക്കാൻ പോവുകയാണ്. പോഷനെ തകയപ്പെട്ട മേഖലകളാണ് പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ളത്. അവൻ ഇശായിയുടെ ഭവനത്തിലേക്ക് അവൻ ശമൂവേൽ എന്ന് പറയുന്ന പ്രവാചകനെ ദൈവം അയക്കുകയാണ്. അവൻ ശൗൽ എന്ന് പറയുന്ന രാജാവിനെ ഇസ്രായേലിന്റെ രാജസ്ഥാനത്ത് ദൈവം തള്ളിക്കളഞ്ഞിട്ട് ദൈവം ശമൂവേലിനോട് പറയുകയാണ്, നീ തൈലപാത്രത്തിൽ തൈലം നിറച്ചുകൊണ്ട് എങ്ങോട്ട് പോവുക? അവൻ യഹൂദ എഫ്രാത്തിലുള്ള ഇശായിയുടെ ഭവനത്തിനകത്തേക്ക് ചെല്ലുക. ഇശായിയുടെ ഭവനത്തിനകത്തേക്ക് ശമൂവേൽ ചെന്നു. അവൻ പ്രവാചകൻ ആ പട്ടണത്തിൽ കാലുകുത്തിയപ്പോൾ പട്ടണം വിറച്ചെന്നാണ് വചനം പറഞ്ഞു. ഇന്ന് പകൽ ഞാനൊരു ദൂത് അവിടെ നിന്ന് പറയാം, നിന്റെ മേലൊരു നിയോഗം വെളിപ്പെട്ട ദൈവം നിന്നെ ഒരു ഇടത്തേക്ക് അയക്കുമ്പോൾ അവരെ ചിലത് വിറയ്ക്കുന്നത് പോലെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് കൈമാറുകയാണ്. നിന്റെ നിയോഗത്തിന്റെ അകത്ത്, നിന്റെ വരവിന്റെ അകത്ത് പട്ടണത്തിൽ ചിലത് വിളക്കുന്നത് പോലെ ചിലതിനെ അടിസ്ഥാനങ്ങൾ ദൈവം വിളക്കുകയാണ്. പ്രവാചകൻ ആ മണ്ണിൽ കാലുകുത്തിയപ്പോൾ അവന്റെ വലവികൾ അതിന്റെ പട്ടണം മുഴുവൻ വിറച്ചു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ്, ചിലത് വിറയ്ക്കത്തക്കമെന്ന് നിന്റെ വരവും നിന്റെ എഴുന്നേൽപ്പും ഈ പട്ടണത്തിന്റെ അകത്ത് ചിലതിനെ വിറപ്പിക്കത്തക്കമല്ല. ഇന്ന് പകൽ അങ്ങനെ ഒരു മഹത്വം പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഒരു വലിയ ഹോളിന്റെ അകത്ത് മുഴുവൻ ഒരുപാട് ജനങ്ങൾ ഇരിക്കുന്ന ഒരു വെളിപ്പാട് ദൈവാത്മാവിനെ കാണിക്കുകയാണ്. അവൻ നീ ചിന്തിച്ച സമയത്തിനകത്തല്ല, അതിന്റെ ഉള്ളിൽ തന്നെ ദൈവം അസാധാരണമായ നീ ചിന്തിച്ച സമയത്തിന് മുൻപ് ദൈവം ഒരു തീവ്ര എന്നോട്
അവനൊരു ദൂത് കൈമാറുകയാണ്. അവൻ സമയപ്പറ്റി അവൻ നമ്മൾ ചിന്തിച്ചു വെച്ച ഒരു സമയത്തിന്റെ പീരീഡ് ഉണ്ട്. പക്ഷെ ദൈവാത്മാവ് ഇന്ന് പറയുകയാണ്, നീ ചിന്തിച്ച സമയത്തല്ല, നീ നിലച്ചിട്ടില്ലാത്ത സമയത്തിനകത്ത് അസാധാരണമായ ഒരു തിരിയെ മണിമല എന്ന് പറയുന്ന ദേശത്തിന്റെ അകത്തുനിന്ന ദൈവ ചിലവിനെ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നു. എന്നോട് ആത്മാവിനോട് പ്രവചിക്കുകയാണ്, മണിമല എന്ന് പറയുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട ആ സൈനിക കൂട്ടത്തെ ദൈവം ഇതിനകത്ത് കയറ്റത്തക്കവെന്ന് അസാധാരണമായ കരിക്കാത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെട്ട ആ മേഖലയ്ക്കകത്ത് നിന്നൊക്കെ ഒരുപാട് ജനത്തെ ഇതിനകത്ത് കൊണ്ടുവരുന്ന ആത്മാവിനോട് പ്രവചിക്കുകയാണ്. ഞാൻ കാണുന്ന ഒരു പുരുഷനെയാണ്, ഒരു 50-55 വയസ്സുള്ള ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവിനെ കാണിക്കുക. അങ്ങനെ ഒരു വ്യക്തിയുമായിട്ടുള്ള അവൻ വിടുതലിന്റെ അകത്ത് ആ ഭാഗത്ത് നിന്ന് ദൈവം ചിലതിനെ ഈ സഭയ്ക്കകത്ത് മീറ്റിംഗിന്റെ അകത്ത് കടന്നു വരാൻ അല്ലെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. ഇതിനകത്ത് ഉറപ്പിക്കത്തക്കവല്ല, ഇതിനകത്ത് ദൈവം ഉറപ്പിക്കത്തക്കവല്ല. ദൈവത്തിന്റെ പ്രവൃത്തി കർത്താവിനോട് പറയുകയാണ്, ഒരു ഡെലിവറൻസ് മീറ്റിംഗിനകത്ത് കടന്നു വന്ന് വിടുതൽ പ്രാപിച്ചുകൊണ്ട് പോകാനല്ല. അങ്ങനെ വരുന്ന ചിലത് ഇതിന്റെ അകത്ത് നിന്ന് പിരിയാൻ കഴിയാത്തതുപോലെ ഇതിന്റെ അകത്ത് ദൈവം ഉറപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പല അസാധാരണമായ ഒരു വിടുതൽ സംഭവിക്കാൻ പോകുക. നിങ്ങളുടെ ശരീരവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ആരോഗ്യത്തോട് പോരാടുന്ന വിശാൽ ഒരുക്കി വെച്ചിരുന്ന ചില കെണികള് ഇന്ന് പല ദൈവം തെറ്റിച്ചു നടക്കുക. അതിനകത്ത് ദൈവം എന്ന് പറയും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനകത്തേക്ക് കൊണ്ടുവരുന്നു. കർത്താവിനോട് പറയുക, സ്നേഹത്തെ നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് മടക്കി നൽകാം. അവൻ കഴിഞ്ഞ നാളുകളിൽ നിങ്ങളെ സ്നേഹിച്ച അവൻ നഷ്ടപ്പെട്ടു പോയ ചില സ്നേഹങ്ങൾ ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് മടക്കി കൊണ്ടുവരാൻ പോവുകയാണ്. എത്ര വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത സാധ്യത ഉള്ള ഇടത്തു നിന്നല്ല ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. എവിടെയാണോ സാധ്യതകൾ ഇല്ലാത്തത് അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. ഇശായിയുടെ ഭവനത്തിന്റെ അകത്തേക്ക് അവൻ ശമൂവേൽ എന്ന പ്രവാചകൻ ചെല്ലുകയാണ്. ഇശായി അവനെ അവിടെ സൽക്കരിച്ചു, അവനെ വീടിനകത്തേക്ക് ക്ഷണിച്ചു. ഇശായിയെ പറ്റി അവിടെ കാണുന്നത് അവൻ ശമൂവേലിന്റെ വരവരുവ അറിഞ്ഞപ്പോൾ അവൻ തൈലപാത്രവുമായിട്ട് ശമൂവേൽ കടന്നു വന്നപ്പോൾ ഇശായി മുൻപിലേക്ക് തന്റെ ആദ്യത്തെ മൂത്ത അവൻ 3 മക്കളെയാണ് ശമൂവേൽ എന്ന് പറയുന്നവന്റെ മുൻപിലേക്ക് അവൻ നിരത്തിയത്. ആ 3 മക്കളെ പറ്റി പഠിക്കുമ്പോൾ അവര് ശൗലിന്റെ അവൻ സൈന്യത്തിന്റെ അകത്ത് യുദ്ധം ചെയ്യുന്ന 3 പേരാണ്. സാധ്യതയുള്ള 3 എണ്ണത്തെയാണ് ഇശായി എന്ത് ചെയ്തത്? ശമൂവേലിന്റെ മുമ്പിൽ നിരത്തിയത്. അവൻ ആദ്യത്തവനെ കണ്ടു. ദൈവം ശമൂവേലിനോട് പറഞ്ഞു, ഞാൻ തിരഞ്ഞെടുക്കുന്നവന്റെ പൊക്കവും വണ്ണവും നീ എന്ത് ചെയ്യരുത്, നോക്കരുത്. ഇശായി നിർത്തിയത് ആരോഗ്യമുള്ളവനെയാണ്, സാധ്യതയുള്ളവരെയാണ് ഇശായി നിർത്തിയത്. പക്ഷെ ദൈവം സാധ്യതയുള്ളവരെ അല്ല നോക്കിയത്, സാധ്യതയില്ലാത്തവരെ. ഇശായിയുടെ പ്രതീക്ഷ മുഴുവൻ ഈ 3 മക്കളിൽ. ആമേൻ. ഇശായിയുടെ പ്രതീക്ഷ മുഴുവൻ ആരിലായിരുന്നു? ഈ 3 മക്കളുടെ മേലാണ്. കാരണം ഇവർക്ക് രാജാവാകാൻ സാധ്യതയുണ്ട്. ഇവർക്ക് യുദ്ധം ചെയ്യാൻ എന്തുണ്ട്? കഴിവുണ്ട്. ഇവർക്ക് നല്ല ആരോഗ്യമുണ്ട്, ഇവർക്ക് നല്ല പൊക്കമുണ്ട്. പക്ഷെ ഇശായി നോക്കിയത് സാധ്യതയുള്ള മക്കളെ. പക്ഷെ ദൈവം നോക്കിയത്, ദൈവം പറയുകയാണ്, ശമൂവേലേ നീ അവന്റെ പൊക്കവും വണ്ണവും എന്ത് ചെയ്യരുത്, നോക്കരുത്. 3 മക്കളെ നിർത്തി. ശമൂവേൽ പറഞ്ഞു, ഇവരെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, തിരഞ്ഞെടുത്തിട്ടില്ല. ദൈവം പറഞ്ഞു, ഇവരെ ഞാൻ തിരഞ്ഞെടുത്തിട്ടില്ല. അടുത്ത മക്കളെ നിർത്തി. ദൈവം പറഞ്ഞു, ഇവരെയും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, തിരഞ്ഞെടുത്തിട്ടില്ല. എന്റെ ചിന്ത സത്യത്തിൽ ദാവീദിന്റെ പേര് പറയേണ്ടത് ആരാണ്? അവൻ പറഞ്ഞാട്ടെ, നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? സത്യത്തിൽ 7 മക്കളെ അല്ലെങ്കിൽ ദാവീദ് ഒഴിച്ച് സകല മക്കളെയും മുൻപിൽ നിരത്താൻ ഇശായി ഓർത്തെങ്കിൽ സത്യത്തിൽ ദാവീദിന്റെ പേര് പറയേണ്ടത് ആരാണ്?
ഇശായിയാണ്. പക്ഷെ ഇശായി ദാവീദിന്റെ പേര് പറഞ്ഞില്ല. പ്രവാചകൻ ചോദിക്കുകയാണ്, ഇനി നിന്റെ മക്കളിൽ ആരെങ്കിലും ഉണ്ടോ? ഇന്നും പകൽ ഞാനൊരു ദൂത് പറയാ, മനുഷ്യൻ മറക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ പേരിനെ ഓർക്കുക. അപ്പൻ മറക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ പേരിനെ ഓർക്കുക. സത്യത്തിൽ ഓർക്കേണ്ടത് അവൻ ഇശായിയാണ്. പക്ഷെ ഓർക്കേണ്ടവൻ ഓർത്തില്ല. പക്ഷെ ദൈവം ദാവീദിന്റെ പേരിനെ ഓർത്തു. ഇന്ന് പകൽ ഞാനൊരു ദൂത് ഞങ്ങളുടെ കൈമാറാം. ഓർക്കേണ്ട ചിലര് നിന്നെ ഓർത്തില്ല. പക്ഷെ നിന്റെ പേരിനെ ഓർക്കേണ്ട ഒരു ദൈവത്തെയാണ് ഇന്ന് പകൽ ഇശായിയുടെ പ്രതീക്ഷ ബാക്കി മക്കളിലാണ്. പക്ഷെ ദൈവത്തിന്റെ പ്രതീക്ഷ കാട്ടിക്കിടക്കുന്നവന്റെ മേലാണ്. ഇന്നും പകൽ ഞാനൊരു ദൂത് പറയാ, നിന്നിൽ നിന്നുള്ള പ്രതീക്ഷിച്ച ചിലതിൽ നിന്നല്ല, പ്രതീക്ഷിക്കാത്ത ചിലതിന്റെ മേൽ നിന്ന് ദൈവം ഒരു അസാധാരണ പ്രവൃത്തി വെളിപ്പെടുത്തും. എന്നോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, അവൻ ലോകം പ്രതീക്ഷിച്ച, നിങ്ങൾ പ്രതീക്ഷിച്ച, നിങ്ങൾ ഏത് തലമുറയിലാണോ പ്രതീക്ഷിച്ച് വെച്ചത് അവരിൽ നിന്നല്ല, അവൻ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തലമുറയിൽ നിന്ന് ദൈവം ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾ മറന്നു കളഞ്ഞ, നിങ്ങൾ സാധ്യതയില്ലെന്ന് പറഞ്ഞ ഒരു ചില തലമുറകളെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. കാട്ടിക്കിടന്നവനെ ദൈവം ഓർത്തു. അവൻ ഓർക്കേണ്ടവൻ ഓർക്കാച്ചപ്പോൾ ദൈവം അവന്റെ പേരിനെ ഓർത്തു. അവൻ ഇശായെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ദാവീദിന് യുദ്ധം ചെയ്തില്ല, ശീലമില്ല, അവന് ആരോഗ്യമില്ല, അവന് പൊക്കമില്ല. ഇവൻ രാജാവാകാനുള്ള ഒരു സാധ്യതകളും ലോകത്തിന്റെ അപ്പൻ നോക്കിയിട്ടില്ല. പക്ഷെ ദൈവം നോക്കിയപ്പോൾ അവന്റെ അകത്തൊരു രാജാവുണ്ട്, അവന്റെ മേലൊരു രാജാവുണ്ട്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ കൈമാറാം. മനുഷ്യൻ പുറമേയുള്ളത് നോക്കുമ്പോൾ ദൈവം നോക്കുന്നത് പുറമേയുള്ളതല്ല, നിന്റെ ആകമേയുള്ളതാ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയാ, ദൈവം നിന്റെ ഹൃദയത്തെ അറിയുന്നുണ്ട്. മനുഷ്യൻ നിന്റെ പുറമേയുള്ളത് കണ്ടുപിടിക്കുമ്പോൾ ദൈവം നിന്റെ ഹൃദയത്തെ അറിയുന്നുണ്ടെന്ന് പരിശുദ്ധാത്മാവിനോട് ദൂതനായി മാറുകയാണ്. ദൈവാത്മാവ് പറയുകയാണ്, മനുഷ്യൻ നിന്റെ പുറമേയുള്ളത് നോക്കുമ്പോൾ നിന്നോട് ദൈവാത്മാവ് പറഞ്ഞു, ദൈവം നിന്റെ അകത്തുള്ളത് കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവിന് ഒരു 3 വർഷത്തെ കാലയളവ് കാണിക്കുകയാണ്. ആ 3 വർഷത്തെ കാലയളവിന്റെ പിരീഡിനെ പരിശുദ്ധാത്മാവ് ഇന്ന് അവൻ പൊളിച്ചെടുക്കുകയാണ്. ഇന്ന് മുതൽ നീ വിശ്വസിച്ചു, അടുത്ത 6 മാസത്തിന്റെ അകത്ത് നിന്റെ അസാധാരണമായ വിടുതലുകളെ ആത്മാവ് തുറക്കുകയാണ്. നിനക്ക് സാധ്യതയില്ലെന്ന്, നിനക്ക് കിട്ടത്തില്ലെന്ന് നീ ചിന്തിച്ച ചില മേഖലകൾക്കകത്തേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കയറ്റാൻ പോകുകയാണ്. സാധ്യതയില്ലാത്ത ചില ഇടത്തേക്ക്, പ്രതീക്ഷിക്കാത്ത ചില മേഖലകൾക്കകത്തേക്ക് ആത്മാവി നാളുകളിൽ നിന്നെ കയറ്റുകയാണ്. ലോകം തള്ളി, അപ്പൻ തള്ളി, ഇവൻ പോഷനാണ്, ഇവനൊരു രാജാവാകാൻ ഇവനെ കൊള്ളത്തില്ല. ദൈവം പറയുകയാണ്, അവൻ രാജാവാകാൻ ഇശായെ നിന്റെ വീട്ടിൽ ഒരുത്തൻ കൊള്ളാമെങ്കിൽ അത് നിന്റെ ബാക്കി മക്കളല്ല. കാറ്റിൽ നീ തള്ളപ്പെട്ട തലയപ്പെട്ട കൊല്ലത്തിൽ നീ വിധിയെഴുതി എടുത്തതാണ് എന്റെ കണ്ണ് വീണിരിക്കുന്നത്. ഇന്നും പകൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, ശമൂവേൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ വരാതെ അനുഭവിക്കില്ല, പന്തിക്കിരിക്കത്തില്ല. ഇന്നും പകലും അവൻ ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി കൈമാറിയാണ്. നിന്റെ സാന്നിധ്യം ചില ഇടത്തിൽ ചെല്ലാതെ അവളുടെ ദൈവം ചലിക്കത്തില്ല, അവളെ അഭിഷേകം ചലിക്കത്തില്ല, അവളെ തൈലക്കൊമ്പ് ചലിക്കുകയില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്റെ സാന്നിധ്യമില്ലാതെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, കർത്താവിന്റെ ദാസനെ, നിന്റെ സാന്നിധ്യമില്ലാതെ ചിലത് സംഭവിക്കത്തില്ല. അവൻ ഇന്നലകളിൽ നിന്നെ തള്ളിക്കളഞ്ഞ, തടഞ്ഞുകളഞ്ഞ, കൊള്ളത്തില്ലെന്ന് വിധി എഴുതിയ അവൻ ചില കുടുംബത്തിന്റെ അകത്ത് ഇനി നിന്റെ സാന്നിധ്യത്തെ അവൻ കൊടുക്കുന്ന ചിലതിനെ നീ വരാതെ അവനെ ആ കൈ ചലിക്കുകയല്ല. നീ വരാതെ ഇനി പ്രവാചക ശബ്ദം അവിടെ ഉയരത്തില്ല. സംസാരിക്കുന്നത് ശമൂവേലിന്റെ ശബ്ദമല്ല,
ശമൂവേൽ പറയുന്നത് ദൈവത്തിന്റെ ശബ്ദമാണ്. പക്ഷെ അവിടെ പറയുകയാണ്, ദൈവം പറയുകയാണ്, ഇനി ഞാൻ സംസാരിക്കണമെങ്കിൽ കാട്ടിൽ കിടന്നവൻ ഇതിനകത്ത് വരണം. ഇന്ന് പകൽ ഞാനൊരു ഊതിക്കുന്നതൊക്കെ പറയാം. ഇനി ദൈവത്തിന്റെ ശബ്ദം പറയണമെങ്കിൽ നീ ചെല്ലാതെ ഇനി അവനൊരു കാര്യം സംസാരിക്കത്തില്ല. എത്ര പേർ വിശ്വസിക്കുന്നുണ്ടോ? അവൻ തള്ളിക്കളഞ്ഞ ദാവീദിനെ, ഭോഷനെന്ന് കുടുംബക്കാർ വിധി എഴുതിയ ദാവീദിനെ വചനം പറയുകയാണ്, ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു. ദാവീദിനെ നോക്കിയ ഫെലിസ്ത്യനായ ഗോലിയാത്ത് 40 പകലും രാവും രാത്രിയും അവൻ താഴ്വരെന്ന് വെല്ലുവിളിക്കുകയാണ്. സഹോദരങ്ങൾക്ക് എന്തുണ്ട്? യുദ്ധം ചെയ്യാൻ കഴിവുണ്ട്, അവരുടെ മേൽ ആയുധമുണ്ട്, അവരുടെ മേൽ പടച്ചട്ടയുണ്ട്, സകലതുമുണ്ട്. പക്ഷെ ദൈവത്തിന്റെ കൃപ വീണവൻ ആ താഴ്വരയിലെത്തിയപ്പോൾ അവന് ജയിക്കാൻ പറ്റാത്തതിന് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് വീണവൻ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, ഈ ലോകത്തിന്റെ ജ്ഞാനികൾക്ക് ചെയ്യാൻ കഴിയാത്തത്, അറിവുള്ളവർക്ക് ചെയ്യാൻ കഴിയാത്തത് ഇന്ന് പകൽ കൃപ പ്രാപിച്ച നിനക്ക് ചെയ്യാൻ കഴിയുമെന്ന്, ദൈവശക്തി പ്രാപിച്ച നിനക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഇന്ന് പകൽ എത്ര പേര് പൗലോസ് പറയുകയാണ്, കൊരിന്ത്യർ സഭയോട് പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ നടുവിൽ അവൻ കാലിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാതെ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, നിങ്ങളുടെ നടുവിൽ ഇരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ പൗലോസ് പറയുകയാണ്, എന്റെ മേൽ വന്ന ദൈവശക്തി, എന്റെ മേൽ വന്ന പരിശുദ്ധാത്മാവ് അതെന്നെ എന്ത് ചെയ്യുകയാണ്? അതെന്നെ ജ്ഞാനിയാക്കി തീർക്കുകയാണ്. അത് ലോകത്തിന്റെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ജ്ഞാനമാണ്. ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് നിന്റെ മേൽ വീണു കഴിഞ്ഞാൽ ഒടുങ്ങൽ നീ തീരുമാനിച്ചാൽ ദൈവം അനുവദിക്കത്തില്ല. പൗലോസ് പറയുന്നത്, ഞാൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ നിങ്ങളെ വേറൊന്നും അറിയാത്തവനായിട്ട് നിങ്ങളുടെ നടുവിലിരിക്കാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ വന്നപ്പോൾ എന്റെ തീരുമാനങ്ങളല്ല, ഞാൻ ചിന്തിക്കാത്തത്, ഞാൻ നിലയ്ക്കാത്തത് എന്റെ അകത്തിന് പുറത്തു വന്നു. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, നിന്റെ അകത്ത് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പും ദൈവത്തിന്റെ അവൻ ജ്ഞാനവും ദൈവത്തിന്റെ ആത്മാവും നിന്റെ അകത്ത് ചലിച്ചു തുടങ്ങിയാൽ ഈ ലോകത്തിൽ ജ്ഞാനികൾക്ക് ചെയ്യാൻ കഴിയാത്തത്. അവൻ പത്രോസും യോഹന്നാനും അവൻ മുതത്തനായ ഒരു വ്യക്തിയെ ദേവാലയത്തിന് വന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവൻ ആ ജനം ഓടിക്കൂടി ജനം പറഞ്ഞൊരു വാക്കുണ്ട്, ഇവർ പഠിപ്പില്ലാത്തവരാണ്, ഇവർ കഴിവില്ലാത്തവരാണ്, ഇവർ ഇത്ര വലിയ കാര്യങ്ങൾ എങ്ങനെ ചെയ്യുന്നു? ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറഞ്ഞു, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് വെളിപ്പെട്ടാൽ നിന്റെ പഠിപ്പ് ദൈവത്തിന് വിഷയമല്ല, നിന്റെ കുടുംബം ദൈവത്തിന് വിഷയമല്ല, നിന്റെ വാക്ചാതുര്യം ദൈവത്തിന് വിഷയമല്ല. ചിലത് ലജ്ജിക്കത്തക്കവല്ല, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദിവസത്തിൽ അടച്ചാൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ്, ദൈവത്തിന്റെ അവനവൻ ജ്ഞാനം എന്റെ മേൽ വെളിപ്പെട്ടാൽ അവൻ ജ്ഞാനികൾ ലജ്ജിക്കത്തക്കവണ്ണം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ചിലത് ലജ്ജിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദിവസം അടച്ചാൽ ഇന്ന് പകലിൽ സാധ്യതയില്ലെന്ന് നീ പറഞ്ഞ ഇടത്ത് ദൈവം സാധ്യതകളെ വെളിപ്പെടുത്താൻ പോവുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ഇവരെ ലജ്ജിപ്പിപ്പാൻ ദൈവം ഭോഷത്വമായതിനത്തിന് ബലമുള്ള ദാവീദിന്റെ സഹോദരൻ ലജ്ജിച്ച് പകച്ചു നിൽക്കുമ്പോൾ, അവൻ വിറച്ചു നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ജ്ഞാനം വെളിപ്പെട്ട ദാവീദ് ആ താഴ്വരയ്ക്കകത്തേക്ക് ഇറങ്ങിച്ചു വീണു. അവനിൽ കൂടി അവൻ ജ്ഞാനികൾക്ക് ബലമുള്ളവർക്ക് രാജാവിന് ചെയ്യാൻ കഴിയാത്തത്, ഇസ്രായേലിന്റെ ഒരു സൈന്യം മുഴുവൻ നോക്കിയിട്ട് ചെയ്യാൻ കഴിയാത്തത് കാട്ടിക്കിടന്ന ഒരുത്തനെ കൊണ്ട് ദൈവം ചെയ്യിച്ചു. ഇന്നും പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്നും പകൽ പരിശുദ്ധാത്മാവ് ചിലതിന്റെ മീതെ അങ്ങനെ ചില നിറവുകളെ വെളിപ്പെടുത്താൻ പോവുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇവിടെ രചിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു. ഇന്ന് പകൽ എത്ര പേർ നന്ദി പറയും? കർത്താവ്, എന്റെ ഭോഷത്വത്തിന്റെ അകത്ത്, എന്റെ പരാജയത്തിന്റെ അകത്ത്, എന്റെ വീഴ്ചകൾക്കകത്ത് അങ്ങനെ തിരഞ്ഞെതിരായി
ഞാൻ അങ്ങേക്ക് നന്ദി പറയുകയാണ്. ഇന്ന് പകൽ നിന്നെ ദൈവം തിരഞ്ഞെടുത്തത് ബലമുള്ള ചിലതിനെ നാമെ ലജ്ജിപ്പിക്കാനാണ്. ബലഹീനനായി നിന്നെ തിരഞ്ഞെടുത്തത്. ഈ നാടുകളിൽ പരിശുദ്ധാത്മാവ് ഈ വചനത്തിന്റെ പ്രവൃത്തി ജനത്തിന്റെ മേൽ, സഭയുടെ മേൽ, പട്ടണത്തിന്റെ മേൽ തുറക്കുന്നതിനെ നന്ദി പറയുന്നു. എല്ലാ മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരുടെ കരവും ശബ്ദമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ. വിശുദ്ധ ആരാധനയുടെ പകലിൽ ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി നന്ദി പറയുന്നു. കടന്നു വന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമേറിയ നാമത്തിൽ സ്നേഹവന്ദനത്തെ ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. ഇന്ന് പകൽ പുതുതായി വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പേരെടുത്ത് ഞാൻ ആരെയും പരാമർശിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവ് ഇന്ന് പകൽ നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു പകലായി മാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഇന്ന് പകൽ നമ്മുടെ നടുവിൽ ചലിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്ത കർത്താവിന്റെ ദാസനെ അതിശക്തിയോടെ കർത്താവ് ഇന്ന് പകൽ നമ്മുടെ നടുവിൽ ഉപയോഗിച്ചല്ലോ. ചില നിമിഷങ്ങൾ മാത്രം ദൈവത്തിന്റെ വചനവുമായി നിൽക്കുവാൻ ആത്മാവിൽ ശരണപ്പെടുന്നു. ഇന്ന് പകൽ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന പകലാണ്. ഹല്ലേലൂയ. ഒരു ചെറിയ അറിയിപ്പ് നിങ്ങളെ അറിയിക്കുവാൻ ഞാൻ ആത്മാവിൽ ശരണപ്പെടുകയാണ്. നമ്മുടെ പ്രസ്ഥാനം കഴിഞ്ഞ ദിവസങ്ങളിൽ രജിസ്റ്റർ ചെയ്യുവാനിടയായി. നമ്മുടെ മിനിസ്ട്രിയുടെ പേര് ലിവിൻ ഹോപ്പ് ഇന്റർനാഷണൽ മിനിസ്ട്രി എന്നാണ്. അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സഭയാണ് മിറക്കിൾ ചർച്ച് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറയാൻ നമ്മുടെ സഭയുടെ രജിസ്ട്രേഷൻസ് നടക്കുകയാണെന്ന്. പക്ഷേ പേര് ഞാനത് പ്രസിദ്ധീകരിച്ചില്ല. പക്ഷേ ഇന്ന് പകൽ ഞാനത് ഔദ്യോഗികമായി അത് നിങ്ങളുടെ മുൻപിൽ വെളിപ്പെടുത്തുന്നു. നമ്മുടെ മിനിസ്ട്രിയുടെ പേര് ലിവിൻ ഹോപ്പ് ഇന്റർനാഷണൽ മിനിസ്ട്രി എന്നാണ്. എല്ലാവരും ഫലങ്ങളെ അടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്താണ്. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് നൽകിയ ഒരു ദർശനത്തിന്റെ അകത്താണ് ഈ റാന്നി പട്ടണം എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ വന്നത്. ഞങ്ങളെ പുതുതായി കേൾക്കുന്നവരോട് പറയുകയാണ്, എല്ലാവർക്കും അറിയാം, ദൈവം ഞങ്ങളോട് ഭയങ്കരമായ നിർബന്ധം ഞങ്ങൾക്കുണ്ടായി. അങ്ങനെയാണ് റാന്നി എന്ന് പറയുന്ന ദേശം ഞങ്ങൾ തിരഞ്ഞെടുത്തത്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഞങ്ങളുടെ മുൻപിൽ ശൂന്യതയല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു. രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ ദൈവം എനിക്കൊരു ശബ്ദം എനിക്ക് നൽകി, മിറക്കൽ. ഞാനോടത്ത് അതെന്റെ മിനിസ്ട്രി ആയിരിക്കും. ഞാൻ പോകുന്നവിടത്തൊക്കെ ദൈവം പ്രവൃത്തി വെളിപ്പെടാറുണ്ട്. അപ്പം ഞാനോട് അതെന്റെ മിനിസ്ട്രിയെ കുറിച്ച് ദൈവം സംസാരിച്ചതാണ്. പക്ഷേ അല്പ കാലങ്ങൾ കഴിഞ്ഞ് വീണ്ടും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്, ചർച്ചിനൊരു പേരിടണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവാത്മാവ് നൽകുന്ന പേരാണ് മിറക്കൽ എന്നുള്ള പേര്. അത് കർത്താവിന്റെ ദാസി എന്നോട് പറഞ്ഞു, ബ്ലസ്സി എന്ന് പറയുന്ന കർത്താവിന്റെ ദാസി എന്നോട് ഒരു ദിവസം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറയാം, അഭിഷേകത്തിന് ഒരു പേര് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നുണ്ട്. മിറക്കൽ എന്ന് പറയുന്ന ഒരു പേര് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നുണ്ട്. അത് നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി ഇടുവാൻ ദൈവം തന്ന പേരാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ദൈവം നൽകിയ ഒരു പേരാണ് മിറക്കൽ. അത് പക്ഷേ പലർക്കും ദഹിക്കാതെ പോയിട്ടുണ്ട്. പക്ഷേ ഇത് പകൽ ഞാൻ പറയേണ്ട, ദൈവം എന്നോട് പറയുന്നൊരു പേരാണ്. അത് ഞാൻ ദൈവം മിറക്കൽ ചെയ്തു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു. ഞാനും എൻ്റെ വൈഫും 2 കുഞ്ഞുങ്ങളും പ്രാർത്ഥിച്ചു തുടങ്ങിയ ഒരു സഭയാണ്. എൻ്റെ സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രത്തോളം കർത്താവ് ഇതിനെ കൊണ്ടുവന്നതോർത്ത് സ്തോത്രം. കഴിഞ്ഞ ഫെബ്രുവരി 4-ാം തീയതിയാണ് ഈ സഭ പ്രാർത്ഥിച്ച് ഈ പട്ടണത്തിന്റെ അകത്ത് തുടങ്ങിയത്. ഈ ചെറിയ കാലയളവ് കൊണ്ട് ദൈവം നമ്മളെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിച്ചു. അല്ലെ, വലിയ ദൈവിക പദ്ധതികൾക്ക് വേണ്ടി ദൈവം നമ്മളെ ഉപയോഗിക്കുവാനിടയായി. ഇന്ന് പകൽ ഞാൻ അത് ഉറപ്പോടെ പറയുന്നു, ദൈവശബ്ദത്തിന്റെ അകത്ത് മൂവ് ചെയ്യുന്നത് കൊണ്ട് ദൈവിക മഹത്വം നമ്മൾ കാണുക തന്നെ ചെയ്യും. ഞാൻ ഈ മാനുഷിക വാക്കുകൾ ആരുടെ കേൾക്കാറില്ല. എന്നോട് ഒത്തിരി പേര് ഒത്തിരി ഉപദേശങ്ങൾ പറയാറുണ്ട്. പക്ഷെ ഞാനത് മാനുഷിക വാക്കുകൾ കേൾക്കാറില്ല. പക്ഷെ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഗ്രഹിക്കാറുണ്ട്. ദൈവത്തോട് ചോദിക്കും, ദൈവം പറയുന്നെങ്കിൽ മാത്രമേ എന്നുള്ളൂ. നിങ്ങളോട് ദൈവം പറഞ്ഞെങ്കിൽ എന്നോട് കർത്താവ് പറയും. അങ്ങനെ ഒരാളല്ല ഞാൻ. അപ്പൊ നിങ്ങൾ എന്നോട് പറയുന്ന ഒരു കാര്യം ഞാൻ ദൈവത്തോട് ചോദിക്കും. ദൈവം എന്നോട് സംസാരിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ അകത്ത് മൂവ് ചെയ്യത്തുള്ളൂ. ഇവിടെ ഞാൻ അങ്ങനെ ആരെയും സ്റ്റേജിനകത്ത് വേദിക്കകത്താരെ അങ്ങനെ കേൾക്കാറില്ല. കർത്താവ് എന്നോട് പറയുന്നവരെ കേട്ടിട്ടുള്ളൂ. എൻ്റെ പിതാവ് നീണ്ട 36 വർഷമായിട്ട് കർത്താവിന്റെ വേലയാണ്. 26 വർഷമായിട്ട് കർത്താവിന്റെ വേലയിലാണ്. ഒരു ദിവസം പോലും വിശ്രമിക്കാതെ ശുശ്രൂഷയുണ്ട്. പക്ഷെ ഇന്ന് വരെ എൻ്റെ ഈ സഭ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് വരെ ഈ സ്റ്റേജിൽ കയറിയെന്ന് പ്രസംഗിച്ചിട്ടില്ല. മാനുഷികമായി നോക്കിയ എൻ്റെ അപ്പനാണ്, എൻ്റെ പിതാവാണ്. പക്ഷെ ഞാൻ മാനുഷിക ബന്ധങ്ങൾക്ക് എന്ത് ചെയ്തില്ല, മിനിസ്ട്രിക്കകത്ത് വില കൊടുക്കത്തില്ല. ദൈവം പറയുന്നതല്ലാതെ നമ്മുടെ സഭയുടെ ഒരു പ്രത്യേകത, കമ്മിറ്റി ഇല്ല, ട്രഷറില്ല, ഒന്നുമില്ല, സെക്രട്ടറി ഇല്ല, അങ്ങനെ ഒന്നുമില്ല.
ഞാൻ എന്റെ മനസ്സിന്റെ അകത്ത് പരിശുദ്ധാത്മാവാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്, അല്ലെ? പരിശുദ്ധാത്മാവിന് നമ്മൾ വിധേയപ്പെടുമ്പോഴാണ് ദൈവിക മഹത്വം നയിക്കുന്നത്. സമയത്തെ ദൈവവചന ചിന്തയ്ക്കായി നമുക്കൊരു വാക്യം വായിക്കാം. ആവർത്തനങ്ങളുടെ പുസ്തകം 27-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. ആവർത്തന പുസ്തകം 27-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. നിന്റെ പിതാക്കന്മാരോട് ദൈവമായ യഹോവ നിനക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശത്ത് ചെല്ലുവാൻ അവനിൽ എഴുതണം. ഇന്ന് പകൽ എല്ലാവരുടെയും അധരങ്ങൾ തുറക്കപ്പെടട്ടെ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവർ അന്യഭാഷയിൽ ഇന്ന് പകൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. റബ്ബന ഹംദര പ്രമാദിയ സദര ജനാദിയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ കർത്താവേ ഇന്ന് പകൽ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽ വായിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം തന്റെ ജനത്തോട് ഇടപെടുന്നതായി മാറട്ടെ. അവരുടെ ആത്മീയ വർധനവിന് കാരണമായി മാറട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ അവരെ നിയന്ത്രിക്കുന്ന പകലായി മാറട്ടെ. ഇന്ന് പകൽ വചനത്തിന്റെ വാതിലുകളെ എന്റെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി തുറക്കുന്നതിനാ ഇന്ന് പകൽ ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാ. അതരങ്ങളെ തുറന്ന് ഇന്ന് പകൽ ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ ഇന്ന് പകൽ അസാധാരണമായ ദൈവിക മഹത്വം ഇന്ന് പകൽ ഞങ്ങൾക്ക് വേണ്ടി ചലിക്കേണ്ടതില്ല. ഇന്ന് പകൽ അഭിഷേകം ഞങ്ങൾക്ക് വേണ്ടി ചലിക്കേണ്ടതില്ല. ഇന്ന് പകൽ ദൈവ സാന്നിധ്യം നമുക്ക് വേണ്ടി ചലിക്കേണ്ടതില്ല. ഇന്ന് പകൽ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി ചലിക്കേണ്ടതില്ല. ഇന്ന് പകൽ ദൈവിക മഹത്വം നമുക്ക് വേണ്ടി ചലിക്കേണ്ടതില്ല. അതരങ്ങളെ തുറന്ന ഇന്ന് പകൽ ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ട് ഇന്ന് പകൽ ആത്മസാന്നിധ്യം ഞങ്ങൾക്ക് വേണ്ടി ചലിക്കുക. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് വേണ്ടി ചലിക്കുക. ദൈവിക മഹത്വം ഞങ്ങൾക്ക് വേണ്ടി ചലിക്കുക. ഒരു ഫലമായി മാറേണ്ടതില്ലേ. കടന്നു വന്നാകിയുടെ ജനത്തെ ഇന്ന് പകൽ ജയത്തോടെ ആത്മാവ് മടക്കി വിടുന്നതിനാൽ സ്തോത്രം. ഞങ്ങളെ ഒന്നിച്ച് കർത്താവ് അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സന്തോഷമുള്ളവരുടെ കരവും ശബ്ദമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന പകലാണ്. ഇന്ന് പകൽ ഈ സൺഡേയുടെ പേര് ഞാൻ ഇട്ടിരിക്കുന്നത് പ്രൊഫറ്റിക്കൽ സൺഡേ എന്നായിട്ടത്. പ്രൊഫറ്റിക്കൽ സൺഡേ. ഇത് കർത്താവ് എനിക്ക് നൽകിയൊരു നിയോഗത്തിന്റെ അകത്ത് ഞാൻ ആ പേരിട്ടത്. ഞാൻ ആ പേര് ഇട്ടു. ആ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പല സഭകളിൽ നിന്ന് പ്രൊഫറ്റിക്കൽ സൺഡേ. ഞാനൊക്കെ ചെയ്യാനുള്ള പറഞ്ഞു എന്തോ സംഭവിക്കുവാനുണ്ട്, ദൈവത്തിന് എന്തോ ചെയ്യുവാൻ. ഇന്ന് പകൽ ആരാധനയ്ക്ക് ശേഷം നമ്മളൊരു പ്രൊഫറ്റിക്കൽ ആരാധനയുടെ ഇടയ്ക്ക് നമ്മളൊരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ ഒക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതെന്താ പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന് ചോദിക്കും. പക്ഷെ ഇന്ന് പകൽ നമ്മളത് ചെയ്യും. നമ്മൾ ആ തുറവികൾക്കകത്തേക്ക് എത്തി. നമ്മൾ ഈ പഴയ കാലഘട്ടങ്ങളിൽ നമ്മുടെ പിതാക്കന്മാർ പറയുന്ന ഒരു പദമുണ്ടായിരുന്നു. തലമുറകളില്ലാത്തവര്, കുഞ്ഞുങ്ങളില്ലാത്തവര്, നിങ്ങൾക്ക് ഏത് പൈതലാണോ വേണ്ടത് ആ കുഞ്ഞിന്റെ ഉടുപ്പ് മേടിച്ച് വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ആൺകുഞ്ഞാ വേണമെങ്കിൽ നിങ്ങൾ അത് മേടിച്ച് പ്രാർത്ഥിക്കണം. പെൺകുഞ്ഞാ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഒരു പെൺകുഞ്ഞിന്റെ ഉടുപ്പ് മേടിച്ച് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങൾക്ക് ഇത് തരും. ഇത് പഴയ നിയമ പഴയ നമ്മുടെ പിതാക്കന്മാർ അങ്ങനെ പറയുമെങ്കിൽ പുതിയ നിയമ വെളിപ്പാടിന്റെ അകത്ത് പുതിയ കാലഘട്ടങ്ങളിലേക്ക് വന്നപ്പോൾ അതിനൊരു പേര് വീണു പ്രൊഫറ്റിക്കൽ ആക്ഷൻ. വിശ്വാസത്തോടെ ചില കാര്യങ്ങൾ ചെയ്യുന്നു. ദൈവം തന്നു എന്ന് പറഞ്ഞ് ചെയ്യുന്നു. ദൈവം തരുമെന്ന് പറഞ്ഞല്ല, ദൈവം തന്നു എന്ന് പറഞ്ഞ് ചെയ്യുന്നു. ഇന്ന് പകൽ നമ്മൾ അങ്ങനെ ഒരു ഡേ ആയി മാറാൻ പോകും. ഇന്ന് പകൽ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളുടെ നിറവേറിച്ച പകലായി മാറാൻ പോകും. വാഗ്ദത്തം പറഞ്ഞ ദൈവമാണെങ്കിൽ ഇന്ന് പകൽ നമ്മളത് പിടിച്ചു മേടിക്കും. കഴിഞ്ഞ സൺഡേ സേവു പാസ്റ്റർ പറഞ്ഞപ്പോൾ ഒരു പദം അദ്ദേഹം ഇങ്ങനെ ഉപയോഗിച്ചു. ദൈവത്തിന്റെ ശബ്ദം ദൈവത്തെ പോലെ തന്നെ അത്രയ്ക്കും വലിപ്പമുള്ളതാണ്. ദൈവശബ്ദം, ദൈവിക വാഗ്ദത്തം ദൈവത്തെ പോലെ തന്നെ വലിപ്പമുള്ളതാണ്.
ദൈവമാ പറയുന്നെങ്കിൽ അത് നമ്മുടെ മേൽ വെളിപ്പെടും. ദൈവമാ നിന്നോട് തരാമെന്ന് പറഞ്ഞെങ്കിൽ നീ അത് കാണും. ഇന്ന് പകൽ ചില വാഗ്ദത്തങ്ങൾ നമ്മൾ കാണുന്ന പകലായി മാറാൻ പോകും. ഇന്ന് പകൽ ചില വാഗ്ദത്തങ്ങൾ ആത്മാവ് നമ്മൾ നയിക്കുന്ന പകലായി മാറാൻ പോകുക. പരിശുദ്ധാത്മാവല്ലോ അവനോട് അങ്ങനെ തന്നെ ഇന്ന് പകൽ വിളിച്ചു പറയാ കാലങ്ങളായി നീ കാണത്തില്ലെന്ന് പറയാ. ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തം നിന്റെ കണ്ണുകൊണ്ട് നീ കാണത്തില്ല. വാഗ്ദത്തത്തിനകത്ത് നീ കേറത്തില്ല. വാഗ്ദത്തം നീ അനുഭവിക്കത്തില്ലെന്ന് പുരുഷായി നിന്നെ നോക്കി ഇനി പറയുന്നത് വേണ്ടത്. ഇന്ന് ഫലമെന്റെ ദൈവം ആ തെറ്റുകളെ പോലിക്കുന്നവരെ മക്കളോട് ദൈവം പറയൂ, നീ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം അവകാശമാണ്. പക്ഷെ വാഗ്ദത്തം കേട്ട ദൈവജനം, വാഗ്ദത്തം കേട്ട ദൈവത്തിന്റെ മക്കൾ മിസ്രൈമിന്റെ അടിമത്തത്തിന്റെ അകത്ത് 400 സംവത്സരമായി അവർ അടിമത്തത്തിന്റെ അകത്തായിരിക്കും. പക്ഷെ ഇവരോട് പറഞ്ഞ വാഗ്ദത്തം വലുതാണ്. ഇവരോട് ദൈവം പറഞ്ഞ ദൂത് വലുതാണ്. ദൈവം പറഞ്ഞ പ്രോമിസ് വലുതാണ്. പിതാക്കന്മാരോട് പറഞ്ഞ വാഗ്ദത്തം വലുതാണ്. പക്ഷേ ഈ വാഗ്ദത്തത്തിന്റെ അകത്തേക്ക് ഇവർക്ക് കയറുവാൻ കഴിയാതെ, ഈ വാഗ്ദത്തത്തിന്റെ അകത്തേക്ക് ഇവർക്ക് എത്തിപ്പെടുവാൻ കഴിയാതെ ഇവരിവിടെ ഇപ്പോൾ എവിടെയാണ്? മിസ്രൈമിന്റെ അടിമത്തത്തിന്റെ അകത്ത്. മിസ്രൈമിന്റെ അടിമത്തത്തിന്റെ അകത്ത് ഇവരായിരിക്കുമ്പോൾ ഇവർ ദൈവത്തോട് നിലവിളിക്കുവാനിടയാണ്. ഞങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞ വാഗ്ദത്തം, ഞങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞ ദൈവിക ആലോചന, നിന്റെ ശബ്ദം ഞങ്ങളുടെ മേൽ വെളിപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്ത് ഇവൻ പ്രാർത്ഥിച്ചു തുടങ്ങി. ദൈവത്തോട് നിലവിളിച്ചു തുടങ്ങി. ദൈവത്തോട് നിലവിളിച്ചു തുടങ്ങിയപ്പോ ദൈവം ഇവരെ പുറത്തു കൊണ്ടുവരുവാൻ സമയമായപ്പോൾ ദൈവം ഒരുത്തനെ എഴുന്നേൽപ്പിക്കുക. അവന്റെ പേര് മോശയെന്ന. ഇവരെ പുറത്തെടുക്കാൻ വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ച ആളുടെ പേര് മോശ. മോശയോട് ദൈവം പറയും, എന്റെ ജനത്തിന്റെ നിലവിളി എന്ത് ചെയ്തിരിക്കുന്നു? ഞാൻ കേട്ടിരിക്കുന്നു. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? മിസ്രൈമിൽ ചെന്ന് എന്റെ ജനത്തെ നീ പുറപ്പെടുവിച്ച് പാലും തേനും ഒഴുകുന്ന കനാനിലേക്ക് നീ കൊണ്ടുവരണം. മോശ പറയാൻ, എനിക്ക് പറ്റത്തില്ല, ഞാൻ വിക്കനായ ഒരു മനുഷ്യനാണ്. എനിക്ക് ഫറവോനോടും അവന്റെ സൈന്യത്തോടും സംസാരിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ പോകത്തില്ല. പക്ഷെ ദൈവം മോശയോട് പറയുന്ന ഒരു പ്രോമിസ് ഉണ്ട്. ദൈവം പറയാണ്, മോശ, നിന്റെ നാവിനോട് കൂടെ ഞാനിരിക്കും, നിന്റെ അധരത്തോട് കൂടെ ഞാനിരിക്കും. നീ മിസ്രൈമിൽ ചെന്ന് സംസാരിച്ചാൽ മതി. നിന്നിൽ നിന്ന് പുറപ്പെടുന്നത് എന്റെ ശബ്ദമാണ്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറഞ്ഞപ്പോ നിന്നോട് ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തോട് ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ നിന്റെ അകലത്തിന്റെ അകത്തുള്ളവരുള്ള ദൈവ ശബ്ദത്തിന്റെ അകത്ത് ദൈവത്തിന്റെ പുറപ്പെടുത്തുന്നതാണ്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നിന്റെ ശബ്ദം കൊണ്ട് നിന്റെ കെട്ടുപൊട്ടു. നീ പറയുന്ന വാക്കിന്റെ അകത്ത് നിന്നെ മുന്നോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് കെട്ടിയ ബൗണ്ടറികൾ ദൈവം പോയി. മോശ പറയും, എനിക്ക് സാധ്യമാകത്തില്ല. പക്ഷെ ദൈവം പറയാം, നിന്റെ അകലത്തോട് ഞാനായിരിക്കുന്നത്, നിന്റെ നാവിനോട് ഞാനായിരിക്കുന്നത്. നീ പറയുന്നത് എന്റെ ശബ്ദമാണ്. നീ പറയുന്നത് എന്റെ ശബ്ദമാണ്. ഇന്ന് പകൽ ചില അകലങ്ങൾ ദൈവത്തിൻ്റെതായി മാറട്ടെ. ഇന്ന് പകൽ ചില അകലങ്ങൾ ഹോമയുടെയായി മാറട്ടെ. ഇന്ന് പകൽ ചില അകലങ്ങൾ അഭിഷേകമുള്ളതായി മാറട്ടെ. സൂര്യനെ നോക്കി പ്രവചിക്കുക. ഭവനത്തിനകത്ത് സൂര്യനെ നോക്കി പ്രവചിക്കുക. ഈ അകലങ്ങൾ ഇന്ന് പകൽ അഭിഷേകമുള്ളത്. ഹല്ലേലൂയ. മോശയെ കൊണ്ട് ദൈവം അടിമത്തത്തിന്റെ അകത്ത് കിടക്കുന്ന ഇസ്രായേൽ ജനത്തെ പൊട്ടിച്ചു പുറത്തു കൊണ്ടുവന്നു. മോശയുടെ നേതൃത്വത്തിന്റെ അകത്ത് അവർ മുൻപോട്ട് വാഗ്ദത്ത കനാനിലേക്ക് അവർ യാത്ര ചെയ്യുകയാണ്. വാഗ്ദത്ത മണ്ണിലേക്ക് അവർ യാത്ര ചെയ്യുമ്പോൾ ഒന്നാമത്തെ പ്രതികൂലമായി അവർ വാഗ്ദത്ത കനാന്റെ അകത്ത് എത്തുവാൻ തടസ്സമായത് ചെങ്കടൽ അവർ മുൻപിൽ തടസ്സമായത്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഒന്നാമത്തെ പ്രതികൂലത്തെ പൊളിക്കാൻ
ദൈവം മോശയെ അവർക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുകയാണ്. ഇവർ മുൻപോട്ട് കടന്നു പോകുമ്പോൾ, മുൻപോട്ട് നടന്നു പോകുമ്പോൾ ഇവരുടെ മുൻപിൽ വാഗ്ദത്ത കനാനിലേക്ക് എത്തുവാൻ, അക്കരെ കടക്കുവാൻ തടസ്സമായി ചെങ്കടൽ നിൽക്കുമ്പോൾ മോശയെ കൊണ്ട് ദൈവം ഈ ചെങ്കടൽ എന്ത് ചെയ്തു? രണ്ടായിട്ട് വിഭജിക്കുവാനിടയായി. മോശയുടെ കരത്തിലിരിക്കുന്ന വടി അവൻ ചെങ്കടലിന് മേലെ അടിച്ചപ്പോ ചെങ്കടൽ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. ചെങ്കടൽ രണ്ടായിട്ട് വിഭജിക്കപ്പെടുക മാത്രമല്ല ചെയ്തത്, അതിന്റെ നിലം ഉണങ്ങിയിരുന്നു. അവർ ആർമുഖത്തോടെ, അവർ ഉച്ചത്തോടെ നിലവിളിച്ചുകൊണ്ട്, ആരവത്തോടെ അവർ നിലവിളിച്ചുകൊണ്ട് വാഗ്ദത്ത മണ്ണിലേക്ക് അവർ യാത്ര തുടങ്ങി. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിന്റെ വാഗ്ദത്ത മണ്ണിന്റെ അകത്ത് നിന്റെ കേട്ടത്തില്ലെന്ന് പറയുക, വാഗ്ദത്ത മണ്ണ് നിന്റെ കാണിക്കത്തില്ലെന്ന് പറയുക. ഈ ചെങ്കടലിന്റെ അകത്ത് നിന്റെ മുട്ടിക്കളയുമെന്ന് പറഞ്ഞു വെല്ലുവിളിച്ചുള്ള ചില ആദിവശങ്ങൾ ഇന്ന് ഭരണന്റെ വരുമോ അതിന്റെ ശക്തിയെ പൊളിക്കുക. ഇന്ന് ഭരണി കാല് വെക്കുന്ന ദേശം നിനക്ക് വേണ്ടി തുറക്കാൻ പറയുന്നു. ഉടനവന ഹന്തരവനാകന നീക സകലവനാകന ഇന്ന് ഭരണത്തിലെ ചെങ്കടലുകൾ ഓ സഭയ്ക്ക് വിരോധമായി ഒഴുകുന്നത്, കുടുംബങ്ങൾക്ക് വിരോധമായി ഒഴുകുന്നത്, വ്യക്തിപരമായ ജീവിതത്തിന് വിരോധമായി ഒഴുകുന്നത്, വാഗ്ദത്ത കാണിക്കത്തില്ലെന്ന് പറയുക ഒഴുകുന്ന ചില ചെങ്കടലുകൾ ഇന്ന് ഭരണത്തിന്റെ ദൈവം ആദിനെ പുറക്കുന്നത്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ചെങ്കടൽ നിന്റെ മുൻപിൽ തുറക്കപ്പെടാൻ പോകും. എടാ, വാഗ്ദത്തമുള്ള നിന്റെ തടയ ചെങ്കടൽ കഴിയത്തില്ല. അഭിഷേകമുള്ള നിന്റെ തടയ ചെങ്കടൽ കഴിയത്തില്ല. നിരോധമുള്ള നിന്റെ തടയ ചെങ്കടൽ നിന്റെ മുൻപിൽ വാതിലുകൾ തുറക്കപ്പെടാൻ പോകുക. നിന്റെ മുൻപിൽ ചെങ്കടലുകൾ തുറക്കപ്പെടാൻ പോകുക. പിശാച് പറയുക നീ അക്കരെ കാണത്തില്ല. പിശാച് പറയുക നീ ഗൗരി കാണത്തില്ല. പിശാച് പറയുക നീ അക്കരെ എത്തത്തില്ല. പക്ഷെ ഇന്ന് മുതൽ നിന്റെ നോക്കിയ നിന്റെ മുൻപിൽ ചെങ്കടൽ തുറന്നു. നിന്റെ മുൻപിൽ ചെങ്കടലുകൾ തുറന്നു.
വാഗ്ദത്തം ദൈവം പറഞ്ഞത് ചെങ്കടലിൽ പൊളിഞ്ഞു. ഇന്ന് പല ചെങ്കടൽ പൊളിയോ. അടുത്ത പ്രതിസന്ധി യോർദാൻ. യോർദാൻ പറയാ ചെങ്കടലിനെ നീ കടന്നു, സീൻ മരുഭൂമിയെ നീ താണ്ടി, പക്ഷെ യോർദാൻ നീ കടക്കത്തില്ല. യോർദാൻ ഒരു കുമ്പുണ്ട്, ഇന്നുവരെ ഒരുത്തനും ഈ യോർദാനെ കടന്നിട്ടില്ല. യോർദാൻ പറയാ ഇന്നുവരെ ഒരുത്തനും യോർദാനെ കടക്കുവാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. യോർദാൻ പറയാ ആരൊക്കെ ഇതിന്റെ അകത്ത് ഇറങ്ങിയിട്ടുണ്ടോ, ആരൊക്കെ ഇതിന്റെ അകത്ത് കാലുവെച്ചിട്ടുണ്ടോ, അവരുടെ നാശം ഞാൻ വരുത്തിയിട്ടുണ്ട്. അവരുടെ നാശം ഞാൻ വരുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ആത്മാവിനെ പ്രവചിക്കാൻ പറയാ. മരുഭൂമി താണ്ടിയ ശരിയാണ്, പക്ഷെ എന്നെ കടക്കാൻ നിനക്ക് കഴിയത്തില്ല. നീ എത്ര വാറ്റത്വമുള്ളവനാണേനോ, നീ എത്ര വിളിവുള്ളവനാണേനോ, നീ എന്നെ കടക്കത്തില്ല. പക്ഷെ അഭിഷേകമുള്ളവർ, വാറ്റത്വമുള്ളവർ, പുരോഹിതന്മാർ പെട്ടവരെങ്കിൽ യോർദാന്റെ മേൽ കാൽ വെച്ചപ്പോൾ ഉയർന്നു ഒഴുകുന്ന നരകലോക അവന്റെ മുമ്പിൽ പിൻവാങ്ങും. നിന്റെ അഭിഷേകത്തിൽ തെളിയിച്ച് നിന്റെ മുമ്പിൽ ചൊല്ലും. ഞാനിവിടെ ചർച്ച പറയാണ്ട് പനിക്കും ചോദിക്കും നിങ്ങളെന്നെ വിളിക്കരുത്. ദൈവത്തെ ഓർത്ത് പനി ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെന്നെ വിളിക്കരുത്. ഞാൻ എപ്പോഴും സമയം പറയാറുള്ള കാര്യം, ഇതിനെ ജയിക്കാനുള്ള അഭിഷേകം നിന്റെ മേൽ പകർന്നു, ഇതിനെ പൊളിക്കാനുള്ള ശക്തി നിന്റെ മേലുണ്ട്. നീ എഴുന്നേറ്റാൽ ഇത് ചെറുന്നു. യോർദാൻ പറയാ ഇത് കടക്കത്തില്ല. നീ യോർദാൻ പറയാ 600 ആൾക്കാർ വന്നെന്ന് പറയാതെ ഇത് കടക്കത്തില്ല. ഇതിനെ നിനക്ക് ജയിക്കാൻ കഴിയത്തില്ല. പലരും നോക്കിയത് പരാജയപ്പെട്ട്, പക്ഷേ അഭിഷേകമുള്ളവന്റെ കാല് കുത്തിയപ്പോ അവന്റെ മുന്നിൽ നിശ്ചയമാകുകയോ. നിനക്കെതിരായി ഒഴുകുന്ന, നിനക്കെതിരായി ഒഴുകുന്ന, നിനക്കെതിരായി ഒഴുകുന്ന ചില യോർദാന്റെ ശക്തികൾ ഇന്ന് പല യുദ്ധങ്ങളാൽ പോകുന്നു. അവന്റെ അടിയൊഴുക്കുകളെ എന്റെ യഹോവ പിടിച്ചുകെട്ടാൻ പോകും. നിനക്കെതിരെ ഒഴുകുന്ന ചില അടിയൊഴുക്കുകൾ ഇന്ന് പല ദൈവം പിടിച്ചു. നേരൊഴുക്കിനെ അല്ല പിടിച്ചു കിട്ടുന്ന അടിയൊഴുക്കിനെ പിടിച്ചു. അടിയൊഴുക്കിന്റെ പ്രത്യേകത കാലിനെ പറിക്കുന്നതായി. ഒരു സ്ഥലത്ത് നിർത്തത്തില്ലാത്തത് അടിയൊഴുക്ക്. മേലൊഴുക്കിനെ എങ്ങനെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാം. പക്ഷെ ഇന്ന് ഞാൻ ആത്മാവിൽ പറയട്ടെ, ദൈവം പിടിച്ചു കെട്ടിയതിന്റെ അതിനെ അടിയൊഴുക്കുന്നത് ഇന്ന് നിനക്കെതിരെ ഓടുന്നില്ല, നിനക്കെതിരെ ചലിക്കില്ല, നിനക്കെതിരെ ഓടിക്കില്ല. ചില ഓടിക്കില്ല ആ ധാരാളത്തിന്റെ കുടുംബത്തിനെതിരെ വാഗ്ദത്തമുള്ളവനെ കുറിച്ച് ഇവൻ അറിയത്തില്ല. വളരെ ഇവൻ മുക്കിക്കളഞ്ഞിട്ടുണ്ട്, പക്ഷെ വിളിയുള്ളവനെ ഇവൻ അറിയത്തില്ല. ദൈവത്തിന്റെ സ്വന്തം ജനത്തിന്റെ പ്രത്യേകത ഇവർക്കറിയത്തില്ല. ഇവൻ പറയാ നീ മുക്കും, നിന്നെ ഞങ്ങൾ മുക്കും. എത്ര ബലമുണ്ടേലും എത്ര ശക്തി ഉണ്ടേലും എത്ര ആളുണ്ടേലും നിന്നെ ഞാൻ നീ മുക്കും. പക്ഷെ ഇവന്റെ കാല് കുത്തിയപ്പോൾ അത് തിന്നു. മുക്കുമെന്ന് വെല്ലുവിളിച്ചത് അഭിഷേകം
അവന്റെ കാല് വെച്ചപ്പോൾ ഇന്ന് പകൽ നിന്റെ കാലിന്റെ മേലുള്ള അധികാരം ചോരണ്ട. ഈ ചില സ്ഥലത്ത് നിന്ന് പറയുന്നത് അവരുടെ സമയം വീണ മിനിസ്ട്രി എന്തെന്നും അഭിഷേകം എന്തെന്നും തിരിച്ചറിവുണ്ടെങ്കിൽ നിൽക്കുന്നില്ല, തിരിച്ചറിവില്ല. ഇന്ന് പകൽ തിരിച്ചറിവുണ്ടെങ്കിൽ അടിയൊഴുക്ക് നിൽക്കും. തിരിച്ചറിവുണ്ടെങ്കിൽ അടിയൊഴുക്ക് നിൽക്കും. നിന്നെ ഒഴുക്കി കളയാൻ കഴിയത്തില്ല. നിന്നെ ഒഴുക്കി കളയാൻ കഴിയത്തില്ല. നിന്റെ പ്രാണനെ അപഹരിക്കാൻ കഴിയത്തില്ല. നിന്റെ ആയുസ്സിന് വിരോധമായി നിൽക്കാൻ കഴിയത്തില്ല. ഇന്ന് പകലാത്മാവിനോട് പ്രകടിച്ചു പറയാ നിനക്കെതിരെ ഒഴുകുന്ന ചില അടിയൊഴിക്കുക. ഇന്ന് പകലെന്റെ ദൈവം അതിനെ ക്യാൻസൽ ചെയ്യുക. കാലങ്ങൾ അതിനെ ഒഴുകി പറയുന്ന നിന്നെ നിർത്താതെ നിന്റെ അടിയെ പറിച്ചു കളയുന്ന, നിന്റെ കാലുകളെ പറിച്ചു കളയുന്ന, നിന്റെ ഉറപ്പുകളെ ഇറക്കുന്നതിനെ അടിയൊഴിക്കുക. അഭിഷേകമുള്ളവന്റെ കാല് യോദ്ധാന്റെ ചവിട്ടിയപ്പോൾ യോദ്ധാന്റെ അടിയൊഴുക്ക് നിന്നു. അത് നിശ്ചലമായി മാറി. അവൻ വാഗ്ദത്തത്തിലേക്ക് വീണ്ടും യാത്ര ചെയ്തു. അവസാനത്തെ പ്രതികൂലമെന്ന് പറയുന്നത് എരിഹോവിന്റെ മതിലവന്റെ മുൻപിൽ ഉയർന്നു നിൽക്കുന്നു. എരിഹോവിന്റെ മതിൽ പറയാൻ നീ വാഗ്ദത്തം കാണാൻ ഞാൻ സമ്മതിക്കത്തില്ല. നീ വാഗ്ദത്തത്തിനകത്ത് കയറുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തെ കുറിച്ച് ദൈവം നിന്നോട് വാഗ്ദത്തം പറയിട്ടുണ്ട്. നിന്റെ പിതാക്കന്മാരോട് പറഞ്ഞ വാഗ്ദത്തങ്ങളുണ്ട്, പക്ഷേ നീ കയറാൻ ഞാൻ സമ്മതിക്കത്തില്ല. പാലും തേനും ഒഴുകുന്ന കനാനിന്റെ കയറുവാൻ അവസാനത്തെ പ്രതികൂലമായിരിക്കുന്നത് എരിഹോവിന്റെ മതില. പക്ഷെ ദൈവം പറയാ ഞാൻ ഇതിനെ പൊളിക്കും. ഇന്ന് പല നിന്റെ വാഗ്ദത്തത്തിനകത്തേക്ക് നീ കയറുവാൻ കഴിയാതെ നിന്റെ മുന്നിൽ പൊക്കി വച്ചിരിക്കുന്ന എരിഹോവിന്റെ മതിലിന് എത്ര ശക്തി ഉണ്ടായിക്കോട്ടെ, പക്ഷെ നീ ഇന്ന് പല എരിഹോവിന്റെ മതിലുകൾ നിന്റെ മുന്നിൽ ഇടിയുന്ന ഫലം. ദൈവം പറഞ്ഞു മിസ്രൈമിൽ നിന്നെ ഞാൻ എവിടെ കൊണ്ടുവരും? വാഗ്ദത്തം. മോശയുടെ നേതൃത്വത്തിൽ ഇറങ്ങിയ ജനം മോശയുടെ നേതൃത്വത്തിനകത്ത് ചെങ്കടലിനെ കടന്നു. മോശയുടെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ യോശുവയെ എഴുന്നേൽപ്പിക്കുക. യോശുവയുടെ കാലഘട്ടത്തിന്റെ അകത്ത് യോർദാനെ കടന്നു. അടുത്ത മൂന്നാമത്തെ പ്രതിസന്ധി വാഗ്ദത്തത്തിന്റെ അകത്തേക്ക് കയറുവാൻ അവസാനത്തെ മൂന്നാമത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് എരിഹോ. ഇതിനെ ജയിക്കാൻ ദൈവം ആരെ നിറങ്ങില്ല. ഒരു മനുഷ്യനും ദൈവം പൊക്കിയില്ല. യോശുവയുണ്ട്, അഹരോനുണ്ട്, പക്ഷെ ഇവനെ ആരെ യഹോവ എന്ത് ചെയ്തില്ല? പൊക്കിയില്ല. ദൈവം എഴുന്നേൽപ്പിച്ച ജനത്തെയാണ്. ദൈവം പറയാം നീ ആർക്കുമ്പോൾ മതി. നിന്റെ വാഗ്ദത്തത്തിന്റെ അകത്തേക്ക് കടക്കുവാൻ അവസാനത്തെ പ്രതിസന്ധി എരിഹോവിന്റെ മതിലാണോ? അതിനെ പൊളിക്കാൻ ഞാൻ വേറെ ഒരുത്തനെ കണ്ടെത്തില്ല. ഇന്ന് പോലെ ഞാൻ ആത്മാവിൽ സഭയോട് ഊടുകൈമാറട്ടെ. നിന്റെ നന്മയ്ക്കും ഉയർച്ചയ്ക്കും വാഗ്ദത്തത്തിനും നിന്റെ ശുശ്രൂഷയ്ക്കും നിന്നിൽ വെളിപ്പെടുന്ന ദൈവിക പ്രവചനങ്ങൾക്ക് വിരോധമായി ഉയർന്നു നിൽക്കുന്ന യെരിഹോവിന്റെ മതിലുകളെ തിരിക്കാൻ ദൈവം ഒരുത്തനെ കണ്ടെത്തിയോ? ദൈവം കണ്ടത് നിന്നെയോ? അടച്ചുറപ്പാക്കിയ യെരിഹോവിന്റെ മതില് കണ്ട് യോശുവയും തന്റെ ജനവും ഭയപ്പെട്ടു നിൽക്കുമ്പോ ദൈവം പറയാ ഭയപ്പെട്ടു നിൽക്കണ്ട. നിന്റെ മേൽ വീണത് വേറെയാ, നിന്റെ മേൽ പകരപ്പെട്ടത് വേറെയാ. മറ്റു മനുഷ്യന്റെ മേലുള്ളതല്ല, മറ്റാരുടെയും മേൽ പകർന്നതല്ല.
അഭിഷേകമുള്ള ജനമൊരുത്തന്റെ മുൻപിൽ കരയുന്നത് യഹോവയ്ക്ക് ഇഷ്ടമല്ല. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നീ എഴുന്നേറ്റാൽ നീ ആക്കാൻ നിന്റെ മതിലുകൾ ഇടിയോ, നീ എഴുന്നേറ്റാൽ മതിലുകൾ പൊളിയോ, നീ എഴുന്നേറ്റാൽ ശത്രുവിന്റെ ബന്ധങ്ങൾ പൊളിയോ. ഇന്ന് പകൽ ആധിപത്യങ്ങളെ ദൈവം പൊളിക്കുക. മതിലുകൾ ഇന്ന് പകലെന്റെ ദൈവം അതിനെ പൊളിക്കുന്ന പകല. ഇന്ന് പകൽ ചില മതിലുകളെ നമ്മൾ പൊളിക്കാൻ പോകും. പിശാച് പറഞ്ഞു ഇനിയും നീ പോകത്തില്ല, നീ കടക്കത്തില്ല. പിശാച് പറഞ്ഞു ചില ബൗണ്ടറികൾ കെട്ടിയിട്ട് പിശാച് പറഞ്ഞു ഇനിയും നീ അക്കരെ കെത്തത്തില്ല. വാറ്റത്വം വലുതാ, പക്ഷെ നീ കന കാണത്തില്ല. ആർപ്പിട്ടപ്പം മതില് പൊളിഞ്ഞു, ആർപ്പിട്ടപ്പം മതിലിടിഞ്ഞു, ആർപ്പിട്ടപ്പം മതിലിന്റെ ശക്തി പൊളിഞ്ഞു, ആർപ്പിട്ടം അതിന്റെ അടച്ചുറപ്പുകൾ പൊളിഞ്ഞു. ഇന്ന് പകൽ ഏത് തരത്തിൽ നിന്നെ കുടിക്കുവാനും നീ ആർപ്പിട്ടാൻ ശ്രമിച്ചാൽ മതിലുകൾക്ക് നിന്റെ മുൻപിൽ നിൽക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽ യഹോവ നിന്നോട് പറഞ്ഞു, പാലും തേനും ഒഴുകുന്ന കല നീ ആകാശമാക്കൂ. ഇന്ന് പകൽ യേശു കർത്താവ് നിന്നോട് പറയുക, അവൻ പറഞ്ഞ പ്രവചന ശബ്ദങ്ങൾ, അവനിൽ കൂടെ കേട്ട ദൈവിക ശബ്ദങ്ങൾ നിന്റെ മേൽ ദുരവേള പോകുന്നു. നമ്മുടെ ആരാധന ആശീർവാദം പറയുന്നില്ല. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, മതിലുകളെല്ലാം ഇന്ന് പകൽ നമ്മൾ ബ്രേക്ക് ചെയ്യാം. ഇനി നമ്മുടെ മുന്നിൽ മതിലില്ല, വാതിലുകളില്ല, ഇനി തുറന്ന വഴികൾ നമ്മുടെ മനസ്സിലാക്കാം. നിങ്ങളൊരു മുൻപോട്ട് വന്നത് ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ നമ്മൾ ചെയ്യണം. നമ്മൾ വിശ്വാസത്തോടെ ചെയ്യുന്ന കാര്യമാണ് ഇന്ന് പകൽ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഞാൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മഞ്ജേഷ് മാങ്ങാനത്തോടെ നിൽക്കുന്ന സമയത്ത് ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ ചെയ്തു. അതെന്റെ അനിയൻ എനിക്ക് 6 മാസമായിട്ട് ജോലിയില്ലാതെ അവൻ ഭയങ്കരമായി ഭാരപ്പെടുകയാണ്. അന്ന് ഞങ്ങളൊരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ അവിടെ ചെയ്തു. ചർച്ച ഇത് കഴിഞ്ഞ് തിരിച്ച് സൺഡേ കഴിഞ്ഞ് വീട്ടിൽ ചെന്നു. തിങ്കളാഴ്ച പല സ്ഥലത്തും CV കൊടുത്തിട്ട് വിളിക്കാതെ, അവന് ഏറ്റവും ഇഷ്ടം HR ആയിട്ട് ജോലി ചെയ്യുന്നതാണ്. പഠിച്ചത് MBA HR ആണ് പഠിച്ചത്. അവന് HR ആയിട്ട് മാത്രം ജോലി കിട്ടിയാണ്, വേറെ അവന് താല്പര്യമില്ലായിരുന്നു. പക്ഷെ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ് HR ആയിട്ട് പെട്ടെന്ന് ജോലി കിട്ടുന്നത്. പക്ഷെ അന്നത്തെ പ്രൊഫറ്റിക്കൽ ആക്ഷൻ്റെ അകത്ത് അവൻ പറഞ്ഞു, ഞാൻ HR ആകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്തൊന്നുമാണ്. പിറ്റേ തിങ്കളാഴ്ച കോള് വരികയാണ്, മുത്തൂറ്റിന്റെ HR മാനേജറായിട്ടാണ്. ഏകദേശം 4-5 ദിവസത്തിനകം എന്ത് ചെയ്തു, ജോലി പ്രവേശിച്ചു. ഇന്ന് മകൻ ഞാൻ പറയട്ടെ, നമ്മൾ വിശ്വാസത്തോടെ ഇന്ന് പകൽ നിന്റെ മുൻപിൽ നിന്റെ വഴി അടച്ച വഴി ഇന്ന് പകൽ നീ തുറന്നടക്കാം. നിന്റെ തലമുറയുടെ നന്മയും നിന്റെ തലമുറയുടെ ആരോഗ്യത്തെയും അവരുടെ ആയുസിനെയും നിന്നോട് പറഞ്ഞ വാഴ്ത്തങ്ങളെ എല്ലാം വഴി അടച്ചു കളഞ്ഞിട്ടാൽ ഇന്ന് പകൽ നമ്മൾ ആ വഴിയെ ബ്രേക്ക് ചെയ്ത് പോകാൻ. ഞാനിത് പകൽ പ്രാർത്ഥിച്ച് ഈ വാതിലാണ് തുറക്കുക. നമ്മൾ ഒന്നിച്ചു ഇതൊരു ഡോർ, ഇതൊരു ഡോറാണെന്ന് പകൽ നിങ്ങൾ ചിന്തിച്ചു. ഇതൊരു ഒരു വാതിൽ, ഇത് അടയപ്പെട്ട ഒരു വാതില. നിന്റെ നന്മയെയും നിന്റെ വാക്തത്വത്തെയും നിന്റെ തലമുറയെയും നിന്റെ ഭാവിയെയും നിന്റെ ഉയർച്ചയെയും ദൈവം നിന്നോട് പറഞ്ഞ സകല പ്രവൃത്തികളെ അടച്ചു വെച്ചിരിക്കുന്ന ഡോർ. ഇന്ന് പകൽ നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനെ ബ്രേക്ക് ചെയ്യുന്നതാണ്. അന്നത്തെ സൺഡേയിൽ പിറ്റേ സൺഡേയിൽ സാക്ഷ്യത്തിന്റെ ബഹളം. മിനിസ്ട്രിക്ക് വേണ്ടി അന്ന് ദൈവം എനിക്ക് വേണ്ടി പണി തോന്നും. ഒത്തിരി പേപ്പറുടെ കെട്ടിക്കിടന്ന ചില പേപ്പറുകൾ ഓപ്പണായി. ഓഫീസുകൾക്കകത്ത് ഫയലുകൾ പെട്ടെന്ന് മൂവ് ചെയ്യാൻ തുടങ്ങി. ഇന്ന് പകൽ അതേ വിശ്വാസത്തോടെ ഞാൻ ഇന്ന് പകൽ പ്രാർത്ഥിച്ച് വാതിലെ തുറക്കുകയാണ്. ഇതില് എന്ത് ചെയ്യണം, പ്രാർത്ഥിച്ചുകൊണ്ട് എന്ത് വിഷയമാണോ നിങ്ങൾ, നമ്മളൊരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ. എന്ത് വിഷയത്തിന്റെ അകത്താണോ നിങ്ങൾ ഭാരപ്പെടുന്നത്, ആ വിഷയത്തിന്റെ അകത്ത് ഞാൻ ആ വാതിൽ കടന്നു എന്നുള്ള വിശ്വാസത്തോടെ ഇതിലെ കടന്നുപോയി നിങ്ങൾ നിങ്ങളുടെ സ്വസ്ഥാനത്തിരിക്കണം. ഇന്ന് പകൽ കഥാവ് ഈ വാതിലുകളെല്ലാം തുറന്നു പ്രാർത്ഥിക്കുക. വാതിലുകളെല്ലാം തുറന്നു പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ
കുടുംബത്തിലെ ഞങ്ങളുടെ സഭയുടെ വാതിലുകളെ അടച്ചു വെച്ച, ഞങ്ങളുടെ തലമുറകളുടെ ഭാവി അടച്ചു വെച്ച ചില പൈശാചിക കുരുക്കുകളെ, ചില വാതിലുകളെ ഇന്ന് പല അതിശക്തന്മാർ ഞങ്ങൾ ഓർമ്മിച്ചു തന്ന അതിനെ ബ്രേക്ക് ചെയ്യുക. ഇന്ന് പല ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത് തുറന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെയാണ്. കടന്നുപോയ അവസ്ഥ വിശ്വാസത്തോടെ വേണം, നിങ്ങൾ അത്ഭുതം കാണും. ഇന്ന് പകലന്റെ യഹോവ നമുക്ക് വേണ്ടി തുറന്നിരിക്കുക. യേശു നമുക്ക് വേണ്ടി തുറന്നിരിക്കുക. പിശാച് പറയുന്നു 2024 നീ കാണത്തില്ല, അവസാനം നീ കാണത്തില്ല, നിന്നോട് പറഞ്ഞ ദൂതുകളൊന്നും നിന്നെ നിറവേറത്തില്ല. ഇന്ന് പകൽ നമ്മളെ വാതിലുകളെ തുറന്ന, അവരടച്ച വാതിലുകളെ തുറന്ന ദൈവം നമ്മളോട് പറഞ്ഞ, ദൈവം നമ്മളോട് പ്രവചിച്ച ദൈവ ശബ്ദത്തിനകത്തേക്ക് ഇന്ന് പകൽ വിശ്വാസത്തോടെ ഉപയോഗിച്ച് അവരുടെ മുൻപിൽ കാലങ്ങളായി പിശാച് അടച്ചു വെച്ച വാതിലുകളെ ഇന്ന് പകൽ അവർ തന്നെ ബ്രേക്ക് ചെയ്തതിനായി സ്തോത്രം. അവരുടെ മേലെ അഭിഷേകത്താൽ തുറന്നതിനായി സ്തോത്രം. ഇന്ന് പകൽ ഞങ്ങൾ ഇവിടെ ചെയ്ത ഈ പ്രൊഫറ്റിക്കൽ ആക്ഷന്റെ റിസൾട്ടുകൾ ഇന്ന് കടകളെ കാണുന്നതിനായി സ്തോത്രം. ഈ ആലയം മടങ്ങുന്നതിന് മുമ്പ് ആത്മാവ് ഞങ്ങൾക്ക് വേണ്ടി തുറന്നല്ലോ. നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജനത്തെ കർത്താവേ അങ്ങനെ ഇന്ന് പകൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിറഞ്ഞ മനസ്സോടെ, ആത്മാർത്ഥ മനസ്സോടെ കർത്താവേ ഇന്ന് പകൽ അനുഗ്രഹിച്ചേക്കുക. ഇവരിവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ കാണണം. ഇവരുടെ വീടിന്റെ അകത്തെത്തുമ്പോൾ അത്ഭുതങ്ങൾ കാണണം. ഇവരുടെ ജോലി മേഖലകൾക്കകത്ത് അത്ഭുതങ്ങൾ കാണണം. തലമുറകളുടെ വിദ്യാഭ്യാസ മേഖലകളിൽ അത്ഭുതങ്ങൾ കാണണം. അടയപ്പെട്ട വാതിലുകളെ എന്റെ ദൈവം ഇന്ന് തന്റെ ജനത്തിന് വേണ്ടി തുറന്നതിനായി സ്തോത്രം.
ഞങ്ങൾ ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ കർത്താവേ. അങ്ങയുടെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കത്തോടെ വിശുദ്ധിയോടെ വേർപാടോടെ യാത്ര ചെയ്യുവാൻ ദൈവം ഞങ്ങളെ എല്ലാവരും ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ ഇത്രത്തോളം കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായി നന്ദി. ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തിയതിനായി ഞങ്ങൾ നന്ദി പറയുക. സകല കർത്താവിന്റെ വലിയ കൃപയും സാന്നിധ്യവും ഇന്ന് മുതൽ ഞങ്ങളോട് കൂടെ ഉള്ളതിനായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ നടന്നു വരുന്ന എല്ലാ പ്രോഗ്രാമുകൾക്കകത്ത് വലിയ ദൈവിക മഹത്വങ്ങളെ ചലിപ്പിക്കുന്നതിനായി സ്തോത്രം. എല്ലാ നന്മയും അനുഗ്രഹമായി മാറുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇതുവരെ കുലകുത്തി ഒഴുകിയത് ഇന്നും അവൻ ദൈവം അതിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നു. നിനക്ക് വേണ്ടി ദൈവം തുറന്നിരിക്കുകയാണ്. ഇന്നും പകലിൽ ഇതിന്റെ അകത്ത് നീ വന്നതുപോലല്ല, ഒരു ജയത്തെ 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 ഘോഷിച്ച ഇന്ന് പകൽ ദൈവം നിന്നെ മടക്കിയാക്കി. എത്രപേർ വിശ്വസിക്കും? ഈ നല്ല സമയത്തിന് ഞങ്ങൾ അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ നൽകിയുള്ളതിനായി വലിയ ദൈവമഹത്വത്താൽ ഞങ്ങളെ പൊതിയുന്നതിനായി കർത്താവേ, ജനത്തെ ദൈവകരങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഒരു യോർദാൻ കടക്കുവാൻ, ഒരു യഹോവ കടക്കുവാൻ ഇന്ന് പകലിൽ സ്വർഗം ഞങ്ങളെ സഹായിച്ചു. ദൈവം ചില യെരിഹോവിനെ ഇടിച്ചതിനാണ്, ചില യോർദാനെ ദൈവം രണ്ടാക്കിയതിനായിട്ട് ഈ പകൽ ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുകയാണ്. കർത്താവേ, ജനത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് എത്തിക്കുന്നു. വലിയ വിടുതലുകളെ ആത്മാവ് ജനത്തിന്റെ മേൽ കൈമാറിയതിനെ നന്ദി പറയുന്നു. വാഗ്ദത്തത്തിന്റെ അകത്തേക്ക് ദൈവം ചിലതിനെ കയറ്റിയതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. കർത്താവേ, എല്ലാ ജനത്തെയും അനുഗ്രഹിക്കും, സഭയെ അനുഗ്രഹിക്കുന്നു, പട്ടണത്തെ അനുഗ്രഹിക്കുകയാണ്. ഇന്ന് മുതൽക്കാലം കർത്താവേ, ഞങ്ങളുടെ വചന ദൈവദാസന്റെ കുടുംബമായി ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. മറ്റെല്ലാ ദൈവദാസന്മാരെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് സകലത്തെ ഇത്രത്തോളം നിയന്ത്രിച്ചു. തുടർന്നും പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. വലിയ ദൈവിക മഹത്വം ദൈവം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുന്ന സ്തോത്രം ചെയ്യുന്നു. അർപ്പിക്കപ്പെട്ട സ്തോത്രങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്. അതിലെത്തിയ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗം കൊണ്ട് അമർത്തി കുലുക്കി കപ്പിയുന്നൊരളവ് ജനത്തിന്റെ മേൽ സ്വർഗം കൈമാറുന്ന നന്ദി പറയുകയാണ്. ആരെങ്കിലും നിൽക്കാൻ കഴിയാതെ പ്രയാസത്തോടെ ആയിരുന്നെങ്കിൽ അവരെ ഞങ്ങൾ ഒത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ കരത്തെ സ്വർഗം അവിടുന്ന് നിറയ്ക്കണം. എല്ലാ ശൂന്യതകളെയും പരിശുദ്ധാത്മാവ് അവിടുന്ന് നീക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് എത്തിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും കാണും ഇന്നുകൊണ്ട് പ്രാർത്ഥിച്ച അവൻ വെളിപ്പെട്ട ദൈവത്തിൽ കടന്ന ജനത്തോടും ഈ ഭൂലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരുടെ കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഈ പകൽക്കാലം ദൈവത്തിന് ഹല്ലേലൂയ പറയാം.